عليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദിന്റെ അസ്മാഉൽ ഹുസ്ന ക്ലാസ്സാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. ഈ ചെയ്യുന്ന സേവനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ഖൈറിന് തൗഫീഖുമുള്ള ദീർഘായുസ് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു തആല അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ചില കാരണവശാൽ നമുക്ക് ഫത്ഹുൽ മുഈൻ ദർസ് ഉണ്ടായില്ല. ഇന്ന് കൂടി മുടങ്ങിയാൽ അത് മോശമാണല്ലോ, തുടർച്ചയായിട്ട് ക്ലാസ് മുടക്കണ്ട എന്ന നിലക്ക് പെട്ടെന്ന് വന്നതാണ്. കുറഞ്ഞ ഷോലൊക്കെ പാടെ ഉണ്ട്. രണ്ടാമത്തെ മകൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് അവന് കല്യാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിന്റെ കുറച്ച് മെയിൻ്റനൻസ് പണികളൊക്കെ അതും നടക്കുന്നുണ്ട്. അപ്പൊ പണിക്കാരും ആളുകളും ഒക്കെ പാടെ ആയിട്ട് ഷോലായിരിക്കും. അതാണ്, അല്ലാതൊന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ എല്ലാം നല്ല നിലക്ക് ഖൈറായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇസ്ലാമിന്റെ അർക്കാനുകളിൽപ്പെട്ട 4ാമത്തെ റുക്കിനാവുന്ന നോമ്പിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് തുടങ്ങാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. ബാബു സൗമി. സൗമിനെ കുറിച്ച് പറയുന്ന ബാബാണ്. സൗമ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായും ശർഈയായും അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. ഖുർആനുൽ ശരീഫിലും തിരുസുന്നത്തിലും ധാരാളമായി പരാമർശിക്കപ്പെട്ടതാണ്. ശുദ്ധ ഖുർആനുൽ ശരീഫിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് തുടങ്ങി ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു എന്ന് വരെയുള്ള ഫർളാക്കി കൽപ്പിച്ച ആയത്തുകളും ഹദീസിൽ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് പറഞ്ഞെടുത്ത് സൗമു റമദാൻ എല്ലാ റിവായത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ദീനിൽ ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതുമാണ്. അതിനെപ്പറ്റി പറയുന്നുണ്ട്. വഹുവ സൗമ് എന്നത് ലോകത്തൻ ഭാഷാർത്ഥത്തിൽ സൗമ് എന്ന് പറഞ്ഞാൽ അൽ ഇംസാഖ്, പിടിച്ചു നിൽക്കുക എന്നാണ്. ഇംസാഖ് ഹബ്സ് ചെയ്യുക എന്നർത്ഥം. അത് സംസാരത്തെ തൊട്ടുള്ള ഇംസാക്കായാലും വേണ്ടിയില്ല, പ്രവൃത്തിയെ തൊട്ടുള്ള ഇംസാക്കായാലും വേണ്ടിയില്ല, മറ്റു വല്ല കാര്യങ്ങളെ തൊട്ടുള്ള ഇംസാക്കായാലും വേണ്ടിയില്ല. മനസ്സിലായില്ലേ? ഭാഷയിൽ അത്രേ അർത്ഥമുള്ളൂ. പിടിച്ചു നിൽക്കുക. എന്തിനെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്നൊന്നും ഭാഷയിൽ അർത്ഥമില്ല. എന്ത് പിടിച്ചിക്കണേനും ഇംസാക്ക് എന്ന അർത്ഥത്തിന് സൗമ് എന്ന് പറയും. ഒരാൾ മിണ്ടാതെക്കാണ്, അതിനെ പറ്റിയിട്ട് സംസാരത്തെ തൊട്ട് പിടിച്ചിരിക്കുക എന്നുള്ള ആൾക്ക്. ഒരാൾ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ അനക്കത്തെ തൊട്ട് ഇംസാക്ക്. ഇതൊക്കെ ഭാഷാർത്ഥത്തിൽ സൗമ് എന്ന് പറയും. എന്നാൽ ശർഅൻ, പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിൽ സൗമ് എന്ന് പറഞ്ഞാൽ ഇംസാക്കുൻ അൻ മുഫ്തിരിൻ, നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വരാതെ സൂക്ഷിച്ചുകൊണ്ട്
ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുക. അപ്പൊ അതിലൂടെ പിടിച്ചിക്കലുണ്ട്. ആ പിടിച്ചിക്കൽ എന്തിനെ തൊട്ടാ? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട്. ബിശുറൂത്തില്ലാത്തിയ ശേഷം പറയാൻ പോകുന്ന ഉപാധികളോട് കൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട്, അതായത് ഫജ്ർ സ്വാദിഖ് മുതൽ ഉറൂബ് വരെയുള്ള സമയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും വരാതെ, നോമ്പ് മുറിയാതെ കാരണമാവുന്ന സംഗതികളൊക്കെ വരാതെ ശ്രദ്ധിച്ചു നിൽക്കുക. റമദാനിലെ നോമ്പ് ഫർളാക്കപ്പെട്ടത് ഫി ഷഅബാന, ഷഅബാൻ മാസത്തിലാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഏത് ഷഅബാനില്? ഫിസ്സനത്തി സാനിയത്തി മിനൽ ഹിജ്റത്തി. ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയി 2-ാം വർഷം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 വർഷമാണ് നോമ്പ് റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചത്. കാരണം മദീന ഷരീഫിലേക്ക് ഹിജ്റ ചെന്നതിന് ശേഷം 10 വർഷമാണല്ലോ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹലോകത്ത് ജീവിച്ചത്. അപ്പോ ഒരു കൊല്ലം, ഫസ്റ്റിലെ കൊല്ലം റമദാനിലെ നോമ്പ് ഫർളാക്കപ്പെട്ടിട്ടില്ല. പിറ്റത്തെ കൊല്ലാണ് റമദാനിലെ നോമ്പ് ഫർളാക്കപ്പെട്ടത്. അപ്പൊ അക്കൊല്ലം മുതൽക്ക് 9 വർഷം. അതിൽ 8 വർഷവും 29 ദിവസമേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റമദാൻ നോമ്പ് കിട്ടിയിട്ടുള്ളൂ. അല്ലോ മനസ്സിലാക്കുക. ഒറ്റൊരു കൊല്ലം മാത്രമാണ് ഈ 9 കൊല്ലത്തിനിടയിൽ 30 തികഞ്ഞത്. ബാക്കി കൊല്ലങ്ങളിലൊക്കെ 29 ലഭിച്ചിട്ടുള്ളൂ. 9-ൽ 8 വർഷവും 29. അതുകൊണ്ട് റമദാൻ മുഴുവനായിട്ട് നോമ്പ് നോൽക്കുന്നതിന് പറയപ്പെട്ട പ്രതിഫലത്തിൽ യാതൊരു കുറവും വരില്ല. ഈ റമദാനിലെ നോമ്പ് എന്നത് മിൻ ഖസായിസിന, നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താവുന്ന നമ്മുടെ ഈ സമുദായത്തിന് മാത്രമുള്ളതാ എന്ന് പറഞ്ഞാൽ, നോമ്പ് എല്ലാവർക്കും ഉണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. മുൻഗാമികൾക്കൊക്കെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതല്ല വസ്തുത. മറിച്ച് റമദാൻ മാസത്തിൽ നോമ്പ് എന്നത് മറ്റു സമുദായത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഈ റമദാനിലെ നോമ്പ് എന്നത് ഈ ഉമ്മത്തിന്റെ ഖുസൂസിയത്താ. അതിന്റെ പുറമെ മിനൽ മഅലൂമി മിനദ്ദീനി, ദീനിൽപ്പെട്ടതാണെന്ന് അറിയപ്പെട്ട കാര്യങ്ങളിൽ പെടുകയും ചെയ്യത്. എങ്ങനെ ദീനിൽപ്പെട്ടതാണ് അറിയപ്പെട്ടത്? ബിദ്ദറൂറത്തി, അനിവാര്യമായും അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പഠിക്കണം എന്ന് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും, പഠിച്ചാലും ഇല്ലെങ്കിലും, സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ അറിയാം റമദാൻ മാസത്തിൽ നോമ്പ് ഫർളാണ് എന്ന കാര്യം. അതുകൊണ്ട് അനിഷേധ്യമായ നിലക്ക് സുവ്യക്തമായി ദീനിൽപ്പെട്ടതാണെന്ന് അറിയപ്പെട്ടതും കൂടിയാണ്. അതുകൊണ്ട് നിഷേധിച്ചവൻ കാഫറാവും. അതാണ്. നോമ്പ് നോൽക്കാത്തവൻ ഫാസിഖാവുകയുള്ളൂ, വൻദോഷം ചെയ്ത പാപിയാവും. അതേ സമയത്ത് നോമ്പ് ഫർളാണ് എന്നതിനെ നിഷേധിച്ചാൽ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ദീനിൽ അനിഷേധ്യമായി അറിയപ്പെട്ടതുമായ കാര്യമായത് കൊണ്ട് കുഫ്രിയത്ത് തന്നെ വരും. ആട്ടെ. യജിബു സൗമു ഷഹരി റമളാന. ആണ്ടോ, റമളാൻ മാസത്തെ നോമ്പനുഷ്ഠിക്കൽ വുജൂബാണ്. ഇജ്മാഅൻ, മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഅ്. അത് ഈത്തപ്പഴവും മാട്ടുമാംസവും തിന്ന് തടിച്ചു കൊഴുത്ത ശക്തരായ അറബികളെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് അറബികൾക്ക് ഫർളാക്കപ്പെട്ടതാണ്. കപ്പയും പച്ചരിയും കഴിക്കുന്ന മലബാറുകാർക്ക്, കേരളക്കാർക്കൊന്നും നോമ്പ് നിർബന്ധമില്ല എന്ന് പണ്ട് ചേകന്നൂർ സാഹിബ് പറഞ്ഞിരുന്നു. അതിന്റെ മുമ്പ് തന്നെ ഇസ്ലാം എന്ന് പുറത്തുപോയി. നിസ്കാരം 5 നേരത്തെ നിസ്കാരമില്ല, 3 നിസ്കാരേ ഫർളുള്ളൂ.
എന്ന് പറഞ്ഞതോടുകൂടി ദീനിന്ന് പുറത്തുപോയി കാഫിറായി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ ജൽപ്പനങ്ങൾക്ക് ദീനിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇസ്ലാമിൽ മുങ്കഞ്ഞു പോയ സമുദായത്തിൽപ്പെട്ട മുജ്തഹിദീങ്ങളായ ഉലമാക്കൾക്കിടയിൽ ഇജ്മാഉള്ള കാര്യമാണ് റമദാൻ മാസത്തിൽ നോമ്പ് വുജൂബാണ് എന്ന്. പക്ഷേ JCB മൗലവി എന്നും പറയാ വള പറ്റിയിട്ട് അങ്ങനെ പറയാന്നാ. ഞങ്ങളവിടെയൊക്കെ JCBക്ക് ചേകനൂര് എന്നാ പറയല്, മനസ്സിലായില്ലേ? മൗലവിക്ക് JCB എന്ന് അറിയും പോലെ JCBക്ക് ചേകനൂര് പറയും. ചേകനൂര് എന്ന് പറഞ്ഞാല് ആ നാട്ടുകാർ ദേശം പിടിക്കണ്ട, ചേകനൂരും അതുമായിട്ടുള്ള മുനാസബത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഞങ്ങളെ നാട്ടിലൊക്കെ ചേകനൂര് തന്നെയാണ് ഇതിന് പറയാം, മനസ്സിലായോ? ഏതായാലും റമദാൻ നോമ്പ് ഫർളാകൽ എപ്പോഴാ? ഒരു പക്ഷേ ബികമാലി ഷഅബാന, ഷഅബാൻ മാസം പൂർത്തിയാകൽ കൊണ്ട് 30 യൗമൻ 30 ദിവസമായിട്ട്. ഷഅബാൻ മാസം 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിലാവ് നോക്കേണ്ട ആവശ്യമില്ല, ഖാദിയാര ഫത്വ കാത്തിക്കേണ്ട ആവശ്യമില്ല, മറ്റൊന്നുമില്ല. 30 ദിവസം ഷഅബാൻ പൂർത്തിയായാൽ പിറ്റേന്ന് നോമ്പാണ്, റമളാനാണ് എന്ന കാര്യം തർക്കില്ല. അപ്പൊ ഒരു പക്ഷേ ഷഅബാൻ 30 തികഞ്ഞാൽ നോമ്പ് ഫർളാവും. അങ്ങനെ അല്ലെങ്കിലോ 30 തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഔ റുയത്തി അദിലിൻ വാഹിദിൻ, നീതിമാനായ ഒരാളെങ്കിലും കണ്ട് സ്ഥിരപ്പെടണം. നീതിമാനായ എന്ന് പറഞ്ഞാൽ അതില് റിവായത്തല്ല, അതിലു ഷഹാദ. എന്താ അതില് റിവായത്ത് എന്ന് പറഞ്ഞത്? ശർഈയായിട്ട് വൻദോഷം ചെയ്യാത്തവനും ചെറുദോഷം പെരുപ്പിക്കാത്തവനുമായ ആളൊക്കെ, അത് അടിമയായാലും സ്ത്രീ ആയാലും ഒക്കെ അതില് റിവായത്താ. ഇവിടെ അതല്ല, അതിലു ഷഹാദത്താണ്. അടിമ പറ്റൂല, അതുപോലെ തന്നെ പെണ്ണ് പറ്റൂല, പോലത്തെ ഒന്നും പറ്റൂല. അപ്പൊ സാക്ഷിക്ക് പറ്റുന്ന നിലക്കുള്ള നീതിമാനായ ഒരാള് കണ്ടാൽ സ്ഥിരപ്പെടും. 2 ആള് വേണമെന്നാണ് അധിക മദ്ഹബുകളും പറയുന്നത്. എന്നാൽ അതിൽ ചില വിശദാംശങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മാലിക്കി മദ്ഹബിൽ 2 ആളിൽ കുറഞ്ഞാൽ സ്വീകാര്യമല്ല, 2 ആൾ തന്നെ വേണം. ഹനഫി മദ്ഹബില് മൂടലും മയക്കാറും ഒക്കെ ആണെങ്കിൽ ഒരാൾ കണ്ടാലും മതി. തെളിവാണെങ്കിൽ 2 ആള് കണ്ടാൽ പോരാ, കുറെ ആള് കാണണം. അതേ സമയത്ത് ഹംബലി മദ്ഹബില് മൂടലാണെങ്കിൽ കണ്ടോളണം എന്നല്ല, മാസാണെന്ന് ഉറപ്പിച്ച. തെളിവാണെങ്കിൽ കണ്ട വിശ്വസ്തനായ ഒരാൾ കണ്ടാലും മതി, അല്ലെങ്കിൽ 2 ആള് കാണണം. മൂടലില് പിന്നെ ആരും കാണേണ്ട ആവശ്യമില്ല. മൂടലുണ്ടായ പിറ്റേന്ന് നോൽമ്പ് വിൽക്കുക ഓരോ ഒപ്പ്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മദ്ഹബുകൾ തമ്മിലുണ്ട്. ഈ ഒരു ഷഹാദത്തിന് പറ്റുന്ന ഒരു അതില് നീതിമാനായ ഒരാൾ കണ്ടാലും നോമ്പ് നിർബന്ധമാവും. വലവും മസ്തൂറൻ, അത് അദാലത്ത് മസ്തൂറുൽ അദാലത്തായ ആളാണെങ്കിലും ശരി. എന്താ ഒരാള് നീതിമാനാണെന്ന് പറയാൻ 2 അങ്ങനെ റുയ്യത്തിന്റെ മുമ്പോ ബാവില്ലാതെ തന്നെ മായന കിട്ടുമല്ലോ. ഔ റുയ്യത്തി അതിലിൻ തന്നെ ഉള്ളൂ, അത് മതി, ബാഗിന്റെ ആവശ്യമില്ല. അപ്പുറത്തുള്ള ബാഗ് അർത്ഥം ചെയ്യുമ്പോൾ മടങ്ങി വരും, ബാഗില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വലു മസ്തൂറൻ, ഈ അദാലത്ത് മസ്തൂറുൽ അദാലത്തായാലും മദീന. എന്താ അതൊക്കെ വിശദമായ വിഷയങ്ങളാണ്, എന്നാലും മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടോ? മുത്തഅല്ലിമീങ്ങൾക്ക് കാണണല്ലോ. എന്ന് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുന്ന യഥാർത്ഥ അതില് എന്ന് പറയുന്നത് മുസക്കികൾ മറ്റുള്ളവരെ സ്വീകാര്യരാണോ അല്ലേ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കോടതി നിയമിച്ച ചില ആളുകളുണ്ട്. ആ നിയമിച്ച ആളുകൾ ഇവരെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അദ്ദേഹം സ്വീകാര്യനാണ് എന്ന് റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമാണ് ശരിക്ക് അതില് ഷഹാദത്താവും എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്
ആള് സ്വീകാര്യനാണ് എന്ന റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ ആളെ കോടതി സാക്ഷിക്ക് പറ്റുള്ളൂ. മസ്തൂറുൽ അദാലത്തായപ്പോൾ അങ്ങനെ വേണ്ട. എന്താ മസ്തൂറുൽ അദാലത്തായ ആള് എന്ന് പറഞ്ഞാൽ ആള് ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വൻദോഷങ്ങളൊന്നും ചെയ്യാറില്ല, ചെറുദോഷങ്ങൾ പതിവാക്കാറില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യക്ഷത്തിൽ നല്ലൊരു മനുഷ്യനാണ്. അയാളെ സംബന്ധിച്ച് മസ്തൂറുൽ അദാല എന്നാ പറയാം. അങ്ങനെയുള്ള ആളായാലും മതി. അല്ലാതെ കോടതിയിൽ അന്വേഷണ വിധേയമാക്കി റിപ്പോർട്ട് കിട്ടി ആള് സ്വീകാര്യനാണ് എന്ന് റിപ്പോർട്ട് വന്നുകൊള്ളണം എന്നില്ല. കാരണം അങ്ങനെ വന്നാൽ ചിലപ്പം മാസം കണ്ട് തീരുമാനിക്കാൻ കഴിയാതെ വരും. എപ്പം കാണണം? ഔറുയത്തിൻ, നീതിമാനായ ഒരാള് കാണുക. എപ്പ കാണുക? ബഅദൽ ഖുറൂബി, സൂര്യാസ്തമയത്തിന് ശേഷം കാണണം. സൂര്യ അസ്തമിച്ചതിന് ശേഷം നിലാവ് കണ്ടെങ്കിലേ അത് പരിഗണിക്കുള്ളൂ. അപ്പൊ ഒരാള് പകലുണ്ട്, അതുകൊണ്ട് അന്ന് നോമ്പാ നിൽക്കുവോ? ഇല്ല. അന്നത്തെ ദിവസം ഖളാ വീട്ടണോ? വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ നീതിമാനായ ഒരാള് ഉറൂബിന്റെ ശേഷം നിലാവ് കണ്ടാ പോരാ. ഇതാ ഷഹിദ ബിഹ, ആ നീതിമാനായ ആള് ഈ റുയത്ത് മാസം കണ്ടു എന്നതിന് സാക്ഷി നിന്നാല് എവിടെ സാക്ഷി നിൽക്കണം? മിൻദൽ ഖാദി, ഖാദിന്റെ അടുക്കൽ സാക്ഷി നിൽക്കണം. അങ്ങനെ നീതിമാനായ ഒരാള് ഖാദിന്റെ അടുക്കല് മഗ്‌രിബിന്റെ ശേഷം നിലാവ് കണ്ടു എന്നതിന് സാക്ഷി പറഞ്ഞു. അതിപ്പോ ഒറ്റൊരാള് കണ്ടതിന് സാക്ഷി പറഞ്ഞാൽ മതി. വലോ മാ ഇത്ബാഖി ഗൈബിൻ, കാർമേഘം മൂടിയ സമയത്താണ്, അതോട് കൂടിയാണ് ഒരാള് കണ്ടു എന്ന് സാക്ഷി പറയുന്നത്, എന്നാലും സ്വീകരിക്കും, മുമ്പാവും. മനസ്സിലായില്ലേ? കാർമേഘം മൂടിയ സാഹചര്യത്തിലാണ് ഒരാള് വന്നിട്ട്, നീതിമാനായ ഒരാള് വന്നിട്ട് ഖാദിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു ഞാൻ നിലാവ് കണ്ടിരിക്കുന്നു. എങ്ങനെ പറയണം? സാക്ഷി പറയണം. ഇതാ ഷഹിദ ബിഹ, ഇതാ ഷഹിദ എന്ന് പറഞ്ഞാൽ ആ അതിലായ ആള് സാക്ഷി നിന്നാൽ, ബിഹ ആ റുഇയത്ത് കൊണ്ട്, എന്തൽ ഖാദി ഖാദിന്റെ അടുക്കൽ സാക്ഷി നിന്ന്, വലോ മായത്തു ബാഖി ഗൈമിൻ, എപ്പം എങ്ങനെ സാക്ഷിക്കണം? ബിലഫ്ളി അഷ്ഹദു അന്നി റഅയ്തുൽ ഇലാല, നിശ്ചയമായും ഞാൻ ബാലചന്ദ്രനെ കണ്ടു എന്നതിന് സാക്ഷി വഹിക്കുന്നു എന്ന് പറയണം. അഷ്ഹദു എന്ന് തന്നെ പറയണം. തന്നെയല്ല, എന്താണ് ഷഹാദത്ത്? അന്നി റഅയ്തുൽ ഇലാല, ഞാൻ നിലാവ് കണ്ടിരിക്കുന്നു എന്നത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി ഞാൻ പറയുന്നു എന്ന്. അല്ലെങ്കിൽ എന്തു മതി? അഷ്ഹദു അന്നഹു അഹല്ല, അന്നഹു ഹല്ല, ഏത് ഈ ഹിലാല് ഉദിച്ചിരിക്കുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. രണ്ടോടത്തിലും അഷ്ഹദു കൂട്ടണം. മനസ്സിലായില്ലേ? അഷ്ഹദു അന്നി റഅയ്തുൽ ഹിലാല, അല്ലെങ്കിൽ അഷ്ഹദു അന്നഹു ഹല്ല, നിലാവ് ഉദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിലാവ് ഉദിച്ചതായി ഞാൻ കണ്ടു. ഇങ്ങനെ ഖാദിന്റെ അടുക്കൽ നീതിമാനായ ഒരാൾ സാക്ഷി നിൽക്കണം. എന്നാലും പോരട്ടോ, ഇനി പറയും. വലായക്ഫി, കണ്ട സാക്ഷി പറഞ്ഞാ പോരാ. എന്ത് പറഞ്ഞാ പോരാ? വലായക്ഫി ഖൗലുഹു, ഈ നിലാവ് കണ്ട ആള് സാക്ഷി പറഞ്ഞ ആള് പറഞ്ഞാ പോരാ. അഷ്ഹദു അന്ന ഗദം മിൻ റമളാൻ, നാളത്തെ ദിവസം റമളാനിൽപ്പെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചുകൊണ്ട് നാവ് കൊണ്ട് ഒളിവാക്കി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അതനുസരിച്ച് നോമ്പ് നാട്ടുകാർക്ക് ഫർളാവോ? ഇല്ല. വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ സ്വീകരിക്കപ്പെടുക? നാളെ റമളാൻ, കാരണം നാളെ റമളാനാണ് എന്നതിന് സാക്ഷിക്കാരൻ ഇയാളെ ഇത്തിഖാദാണെങ്കിലോ, ഇയാൾ കണക്കൂട്ടി പറഞ്ഞതാണെങ്കിലോ, ഇങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ അതുപോരാ. പിന്നെ എന്ത് വേണം? നിലാവ് ഞാൻ കണ്ടു, അല്ലെങ്കിൽ നിലാവ് ഉദിച്ചിരിക്കുന്നു എന്നാണ് സാക്ഷിക്കുന്നത്. ഉദിക്കല്ല, അസ്തമിക്കുക ചെയ്യുക. വല്ലാത്തൊരു അസ്തമിക്കൽ തന്നെ. ഞങ്ങളെ കാസർഗോഡ് അങ്ങനെയായിരിക്കും, ഞങ്ങളവിടെ ഉദിക്കല. എന്താ ആരൂര്യപ്പത്? റമളാൻ മാസമായി എന്ന് പറയുമെങ്കിൽ റമളാൻ മാസം ഉദിക്കുമ്പോൾ തന്നെയല്ലേ പറയാ, അസ്തമിക്കുമ്പോളാ? എവിടെ നിങ്ങളെ കാസർഗോഡ്? എന്താ ഇപ്പൊ കാട്ടിന്? അഷ്ഹദു അൻ വലാ യുഖ്ബലു,
ഇനി പറയാം. അപ്പൊ എന്ത് വേണം? നാളത്തെ ദിവസം റമദാനിൽപ്പെട്ടതാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ നിലാവ് കണ്ടിരിക്കുന്നു എന്നോ നിലാവ് ഉദിച്ചിരിക്കുന്നു എന്നോ ഒക്കെയാണ് ഷഹാദത്ത് പറയേണ്ടത്. ഇങ്ങനെ ഷഹാദത്ത് പറയുകയും വേണം. എന്നാലും പോരട്ടോ, അതിന്റെ ഇടയ്ക്കിഞ്ഞ് വരുന്നുണ്ട്. ഇഞ്ഞും അതിന് വിശദീകരണം ബാക്കിയാ. ഇവിടെ ഇപ്പോ നിലാവ് കണ്ടു എന്നതിന് സാക്ഷി പറയുമ്പോൾ ഒരാൾ കണ്ടാൽ മതി. എന്നാൽ വലായുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല അലാ ഷഹാദത്തിഹി. നിലാവ് കണ്ടു എന്ന സാക്ഷിക്ക് മറ്റൊരാൾ സാക്ഷി നിൽക്കുകയാണെങ്കിൽ ഇല്ലാ ബി ഷഹാദത്തി അദ്ലൈനി, നീതിമാന്മാരായ രണ്ടാള് സാക്ഷി നിന്നുകൊള്ളണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിവിടെ കുഴിമണ്ണ നിലാവ് കണ്ടു എന്ന് ഒരാള് വന്ന് പറഞ്ഞു, ഏതോ ഒരു പോക്കരാജി നിലാവ് കണ്ടു. ഖാദിയാരടുക്കൽ വന്ന് പറഞ്ഞു അശ്വദു അന്നി റായിത്തുൽ ഹിലാലാൻ, അയാള് മതി. അപ്പാണ് ഇവിടുന്ന് പോയിട്ട് കൊണ്ടോട്ടിയ ഖാദിയാരടുത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരാള് പാഞ്ഞു പോകുക. അവിടുന്ന് പോയിട്ട് പറയാ കുഴിമണ്ണേന്ന് പോക്കരാജി നിലാവ് കണ്ടു എന്നതിന് ഞാൻ സാക്ഷിയാണ്, അയാൾ പറയുന്നത് ഞാൻ കേട്ടിന്ന് സാക്ഷിയാണ്. അത് പറ്റൂല, അവിടെ രണ്ടാൾ തന്നെയാണ്. അപ്പൊ നിലാവ് കണ്ടു എന്ന് ഖാദിന്റെ അടുക്കൽ സാക്ഷി നിൽക്കാൻ ഒരു സാക്ഷി മതി. എന്നാൽ നിലാവ് കണ്ടു എന്നത് സാക്ഷി നിന്നത് മറ്റൊരു ഖാദിന്റെ അടുക്കൽ പോയി സാക്ഷി നിൽക്കണമെങ്കിൽ രണ്ടാൾ വേണം. ഷഹാദത്തുനല ഷഹാദ എന്നാ പറയാം. ഷഹാദത്തുനല ഷഹാദ ആവണമെങ്കിൽ അവിടെ രണ്ട് സാക്ഷി തന്നെ വേണം. കണ്ടോ, അതിന്റെ ഇടക്ക് കയറി പറയാതൊക്കെ വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നീതിമാനായ ഒരാൾ കാണുകയും അത് മഗ്‌രിബിന്റെ ശേഷം കാണുകയും ഞാൻ നിലാവ് കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിലാവ് ഉദിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ട് റമളാൻ മാസത്തിന്റെ നിലാവ് കണ്ടു എന്ന് സ്ഥിരപ്പെടുകയും വേണം. ഇൻദൽ ഖാളി, ഖാളി ആരടുക്കൽ സ്ഥിരപ്പെടുകയും കൂടി വേണം. എങ്ങനെ സ്ഥിരപ്പെടുന്നു? ബിഷഹാദത്തി അദിലിൻ ബൈന യദൈഹി, ഖാദിന്റെ മുന്നിൽ വെച്ചിട്ട് രണ്ടാൾ, ഖാദിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ സാക്ഷി നിന്നിട്ട് ആ സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടണമെങ്കിൽ കമാമറാറിനെ മേൽ പറഞ്ഞേക്കന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നിലാവ് കണ്ടിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ നിലാവ് ഉദിച്ചിരിക്കുന്നു എന്നോ സാക്ഷി പറഞ്ഞതിന് ശേഷം വമാ ഖൗലിഹി, ഇതും കൂടി വേണം. ഖാദിയാര് പറയുകയും കൂടി വേണം. എന്താ ഖാദിയാര് പറയേണ്ടത്? ഖാദിയാര് പറയേണ്ടത് സബത്ത ഇൻദി, എന്റെ അടുക്കൽ ആ മാസം ഉദിച്ചതായി സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ യജിബു സൗമു അലാ ജമീഇ അഹ്ലിൽ ബലദിൽ മർഇ, നിലാവ് കാണപ്പെട്ട നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ മേലും നോമ്പ് നിർബന്ധവും. അപ്പൊ എന്തൊക്കെ വേണം? സിഖത്തായ വിശ്വസ്തനായ അതിലായ ഒരാള് മഗ്‌രിബിന്റെ ഉറൂബിന്റെ ശേഷം നിലാവ് കാണുകയും കണ്ടതായ ഖാദിയുടെ അടുക്കൽ സാക്ഷി പറയുകയും ഖാദി അത് സ്വീകരിച്ച് നാളെ നോമ്പാവുന്നു എന്ന് പ്രഖ്യാപിക്കുകയും വേണം. ഇങ്ങനെ വന്നാൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും നോമ്പ് നിർബന്ധമാവും. അതില്ലെങ്കിലോ കണ്ടാൽ നിർബന്ധമാവും. കണ്ട ആള് പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമുള്ള ആൾക്കും നിർബന്ധമാവും. നാട്ടുകാർക്ക് മൊത്തം നിർബന്ധമാണെങ്കിൽ ഖാദിയുടെ അരികെ വെച്ച് എന്തു പറയാ, സാക്ഷി പറയുകയും ഖാദി അത് സ്വീകരിച്ച് എന്റെ അടുക്കൽ അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തെങ്കിലേ നാട്ടുകാർക്ക് പൊതുവിൽ നോമ്പ് നിർബന്ധമാവുകയുള്ളൂ. ഇനി ഇതിപ്പോ രണ്ട് മാർഗായി. ഇനി ഖാദിന്റെ അടുക്കൽ മാസം സ്ഥിരപ്പെടുന്നത് പോലെ തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും നോമ്പ് നിർബന്ധമാവും. ഖാദിന്റെ അടുക്കൽ സ്ഥിരപ്പെടുക സാക്ഷി പറയുകയും അത് സ്വീകരിച്ചുകൊണ്ട് ഖാദി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതുപോലെ തന്നെ നാട്ടിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും നോമ്പ് നിർബന്ധമാവും. എന്തുകൊണ്ട്? അൽ ഖബറുൽ മുതവാതിറു, കണ്ടോ, വകസുബൂത്ത് ഇൻദൽ ഖാദി, ഖാദിന്റെ അടുക്കൽ സ്ഥിരപ്പെടുന്നത് പോലെ തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും നിർബന്ധമാവുന്നതാണ് അൽ ഖബറുൽ മുതവാതിറു ബിറുയത്തിഹി, നിലാവ് കണ്ടു എന്നതിന് മുതവാത്തിറായ വാർത്ത എന്ന് പറഞ്ഞാൽ ബോധപൂർവമോ യാദർച്ഛികമോ ആയി കളവിന്റെ മേൽ ഒത്തുകൂടാൻ സാധ്യതയില്ലാത്ത അത്രയും സംഖ്യം വരുന്ന ആളുകൾ നിലാവ് കണ്ടു എന്ന് പറയാം.
അവിടെ പിന്നെ അതിലാണോ അല്ലേ മുസ്ലിമാണോ അല്ലേ ആണാണോ പെണ്ണാണോ കുട്ടിയാണോ വലിയോരാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മുത്തവാത്തിറായി വന്നു കഴിഞ്ഞാൽ ഖാദിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ ആ നാട്ടുകാർക്കൊക്കെ നിർബന്ധമാവും. ആടോ വലോമിൻ കുഫാർ. ഈ മുത്തവാത്തിറായ വാർത്ത പറയുന്നത് കാഫിരീങ്ങളിൽ നിന്ന് വാർത്ത ആണെങ്കിലും ശരി, അതിന് മാത്രം ആളുണ്ട്. കാഫറാണെങ്കിലും എല്ലാരും കൂടി കളവ് പറയോ? അതുണ്ടാവില്ലല്ലോ. ബോധർച്ചികമായി കളവ് പറയാനോ മനഃപൂർവ്വം കളവ് വരാനോ സാധ്യതയില്ലാത്ത അത്രയും ആളുകൾ മാസം കണ്ടു എന്ന് പറയുന്ന ഖബർ മുത്തവാത്തിർ കൊണ്ട് വാർത്ത കിട്ടിയാലും നാട്ടുകാരെല്ലാവർക്കും നിർബന്ധമാവും. എന്താ കാരണം? ഇഫാദത്തിഹി, ഈ മുത്തവാത്തിറായ വാർത്ത അറിയിക്കുന്നു അൽ ഇൽമ ലറൂറിയ, ലറൂറിയായ അനിഷേധ്യമായി നിഷേധിക്കാൻ കഴിയില്ല. ഇത്രയും ആള്, ഇപ്പൊ ഉദാഹരണം പറയാം, അമേരിക്ക ഉണ്ട്, നമ്മൾ ആരെയും കണ്ടുന്നാ? കണ്ടോലാരെങ്കിലും ഉണ്ടോന്നല്ല, മഹാഭൂരിപക്ഷം ആളുകള് നമ്മളാരും കണ്ടിട്ടില്ല. എന്നാൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയവരും കണ്ടവരും അങ്ങനെ ഒന്നുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞിട്ട് നാടുണ്ട് 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 അറിയുന്നത്. അപ്പൊ കാഫറല്ലേ പറയുന്നതെന്ന് അറിയാലുണ്ടോ? ഇല്ല. കാരണം അനിഷേധ്യമായ നിലക്ക് സ്ഥിരപ്പെടാൻ മാത്രം മുത്തവാത്തിറായ സംഘം ആളുകൾ പറഞ്ഞാൽ പിന്നെ ഏത് അധികാരം പറഞ്ഞാലും കണക്ക് തന്നെ. പിന്നെ അതുപോലെ തന്നെ നിലാവ് മാസം കടന്നിരിക്കുന്നു എന്ന ലന്ന്, വലബത്തുല്ലന്ന്. എന്തുകൊണ്ടാണ് വന്ന് കിട്ടിയത്? ബില്ലമാറത്തിൽ ലാഹിറത്തി, പ്രത്യക്ഷമായ ചില അടയാളങ്ങളെ കൊണ്ടിട്ട്. അല്ലത്തി, എങ്ങനെയുള്ള പ്രത്യക്ഷമായ അടയാളങ്ങളാണ്? ലാ തഖ്തലിഫു ഹാദതൻ, ലാ തതഖല്ലഫു ഹാദതൻ, മാറ്റം വരാറില്ല സാധാരണഗതിയിൽ. എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് റമളാൻ മാസം വന്നാൽ നഗാരടിക്കുക, ചിലയിടത്ത് രംസാസം കണ്ട വെടിയൊട്ടിക്കുക, ചിലയിടത്ത് പ്രത്യേകമായി ലേറ്റ് എത്തിക്കുക. ആ നാട്ടിൽ ഈ ഒരു സന്ദർഭത്തിൽ നിലാവ് കണ്ട് എന്ന് ഉറച്ചെങ്കിൽ മാത്രമേ അങ്ങനെ. അപ്പൊ അങ്ങനെ എന്താക്കണ്? നഗാരടി മുമ്പ് അങ്ങനെ നഗാരടി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ല മാസം കണ്ടുപോയി, മാസം കണ്ടുപോയി. കാരണം എന്താ? ആ നഗാരടി മാസം കണ്ടാലേ അടിക്കുള്ളൂ അന്ന് ആ സമയത്ത് എന്നതുപോലെ പ്രത്യേക ചില നാടുകളിൽ പ്രത്യേക ലേറ്റ് എത്തിക്കല. മാസം കണ്ടു എന്താ ലേറ്റ് എത്തി, ആ ലേറ്റ് മാസം കണ്ടാലേ എത്തുള്ളൂ. ഇങ്ങനെ സാധാരണഗതിയിൽ മാറ്റം വരാത്ത നിലക്ക് പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ, ആ അടയാളങ്ങളെ കൊണ്ട് മാസം പ്രവേശിച്ചു എന്ന് വന്നുണ്ടായാലും നോമ്പ് നിർബന്ധമാകും. ഏതുപോലെ അമാറത്തുൽ ലാഹിറത്തിന്റെ ഉദാഹരണം കറുഇയത്തിൽ ഖനാദീലിൽ മുഅല്ലഖത്തി ബിൽ മനായിരി, മുനാരങ്ങളിൽ കെട്ടിത്തൂക്കപ്പെട്ട കനാദീല എന്ന് പറഞ്ഞാല് ഈ തൂക്കുവിളക്കുകൾ, അത് പ്രത്യേകമായ വിളക്കുകളാണ്. ആ വിളക്ക് കത്തുന്നു, അത് നോമ്പ് പെരുന്നാളൊക്കെ ഉറച്ചാൽ മാത്രം കത്തിക്കുന്നതാ. അതിങ്ങനെ കത്തുന്ന കണ്ണുണ്ട്. ഒരുത്തി മാത്രമല്ല ആ നാട്ടിൽ പരക്ക് കാണാനുണ്ട്. എന്നാ പിന്നെ അത് കൊണ്ടിട്ട് എന്തിട്ടും പൊന്ന് കിട്ടും. ഇപ്പൊ എന്തൊക്കെ ആയി? ഒന്നിരിക്കൽ 30 തികയ, അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാൾ കാണുക, അയാളെ പറ്റിയിട്ട് നമുക്ക് വിശ്വാസം വരിക. ഇനി ഖാദിന്റെ അടുക്കൽ സാക്ഷി മുഖേന സ്ഥിരപ്പെടുകയും ഖാദി അത് സ്വീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുക, മുത്തവാത്തിറായ നിലക്ക് വാർത്ത ലഭിക്കുക. ഇനി മാസം കടന്നു എന്നതിന്റെ മേൽ പ്രത്യക്ഷമായ അടയാളങ്ങളെ കൊണ്ടിട്ട് വന്ന് കിട്ടുക. ഇതുകൊണ്ടൊക്കെ നോമ്പ് ഫർളാവും. ഇപ്പോ അതില് നിസാവ് കണ്ടാലേ നോമ്പ് നിർബന്ധമുള്ളൂ എന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്നത്. അതിലായിരിക്കണം കണ്ടാള്. ഇനി ഒരാള് കാലക്കേടിന് കണ്ട ആള് അതിലല്ല, ഫാസിഖാണ്, എന്നാലോ ആണ്. വയൽസമു, നിർബന്ധമാകും, അൽ ഫാസിഖ, അൽ ഫാസിഖ് ഒമ്മൊക്കെയാണ് ആലൂരുള്ളത്, പക്ഷെ അതൊക്കെ തെറ്റാട്ടോ. വയൽസമു നിർബന്ധമാകും, അൽ ഫാസിഖ, ഫാസിഖിന് നിർബന്ധമാകും. നിലാവ് കണ്ടവൻ ഫാസിഖാണെങ്കിലേ വൽ അബുദ, അബുദിനും നിർബന്ധമാവും. അടിമക്ക്, അടിമയാണ് കണ്ട കുട്ടിക്കോളി, എന്നാ ആ അടിമക്ക് നിർബന്ധമാവും. വൽ ഉൻസ, സ്ത്രീയാണ് കണ്ടതെങ്കിൽ ആ കണ്ട സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ ആള് ഫാസിഖാണെങ്കിലും താൻ കണ്ടു, എന്നാ കണ്ട തനിക്ക് നിർബന്ധമാവും. അതുപോലെ തന്നെ കണ്ടതൊരു അടിമയാണ്, എന്നാ അയാൾക്ക് നിർബന്ധമാവും. അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് കണ്ടത്, അവൾക്ക് നിർബന്ധമാവും. എന്ത് നിർബന്ധമാവും? വയൽസമുൽ ഫാസിഖ വൽ അബ്ദ വൽ ഉൻസ, ഇവർക്കൊക്കെ നിർബന്ധമാവും അൽ അമലു ബിറുയത്തി നഫ്സിഹി, താൻ കണ്ടതനുസരിച്ച് അമൽ ചെയ്യൽ.
നേരെ താൻ മാസം കണ്ടതാണ്. കാതിന്റെ അടുക്ക പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ നിസ്കരിക്കലുണ്ടോ? ഇല്ല. കള്ളുടിക്കുന്ന ആളാണ്. പിന്നെ അയാള് കാതിയാർക്ക് ചെന്നാ കാതിയാരുണ്ടോ സ്വീകരിക്കണ്? എന്നാ കാതിയാർ സ്വീകരിച്ചിട്ടില്ല എന്നാ നാളെയും കൂടി ചോറ് കഴിക്കാൻ നിൽക്കാൻ പറ്റുമോ? അതില്ല. കണ്ടോന്ന് നോൽപ്പിച്ചോണം. ഒരു അടിമയെ നിരാവുണ്ട്, നല്ല ആൾ തന്നെയാണ്. പക്ഷെ കാതിയാർ അടിമന്റെ സാക്ഷി സ്വീകരിക്കൂല. എന്നാ പിന്നെ നാട്ടുകാർക്കൊന്നും നോൽപ്പില്ല, ഞാനും നോൽക്കണില്ല എന്ന് പറയാൻ അയാൾക്ക് പറ്റുമോ? ഇല്ല. നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണാണ്, അല്ല നഫീസ ബീവിനെ പോലത്തെ ബർക്കത്താക്കപ്പെട്ട ഒരു പെണ്ണാ. കാലക്കേടിന് മാസം കണ്ടത് ഓളാ. കാലിയാരെടുക്ക പോയാല് കാലിയാർ സ്വീകരിക്കൂല. ഈ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഒരു താത്ത മാസം ഞാൻ ബീവിയാണ്. എന്ത് ബീവിയാണ്? നിങ്ങൾ വെള്ളം ബന്ധിച്ചു കൊടുത്തോളി. കാലിയാര് സാക്ഷി സ്വീകരിക്കൂല. എന്നാ പിന്നെ ബീവിയാ കാലിയാർ മോചാര് സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ നോൻപോൽ കണ്ടതാക്കാൻ പറ്റുമോ? അത് പറ്റൂല. നിലാവ് കണ്ടത് സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീ നോമ്പ് നോച്ചുകൊള്ളണം. അതുപോലെ തന്നെ അടിമയാണെങ്കിൽ അയാൾ നോമ്പ് വെച്ചുകൊള്ളണം. അതുപോലെ തന്നെ ഫാസിഖാണെങ്കിൽ അവൻ നോമ്പ് വെച്ചുകൊള്ളണം, അവൻ അമൽ ചെയ്തോളണം, അവൻ കണ്ടതനുസരിച്ച് എന്ന് പറഞ്ഞ അതാണ്. ഇത് അവർക്ക് ഏതായാലും വേണം, കാരണം അവര് കണ്ടുകൊണ്ട് കണ്ടാണല്ലോ. അതിന്റെ പുറമെ വക്കത ഇതുപോലെ തന്നെ നിർബന്ധമാകും മൻ ഒരുത്തനും. എങ്ങനത്തെ ഒരുത്തൻ ഏത്തക്കഥ അവൻ കരുതി ഉറപ്പിക്കുന്നു ഫാസിഖ്. നേരത്തെ പറഞ്ഞ ഫാസിഖിനെ പോലെ കാതിയാര് സ്വീകരിക്കാത്ത ഇത്തരം ആളുകൾ പറയുന്ന സത്യാണ്. ഇവനറിയാം ഓന്റെ പെണ്ണുങ്ങൾ നല്ല ദീനീയത്താ, നല്ല പടച്ചോനെ പേടിയും തഖ്വയുള്ളവളാ, സൂക്ഷ്മത ഉള്ളവളുവാ. അപ്പൊ ഓള് പറയും, നോക്കിയാണെന്ന് ഞാൻ നിലാവ് ഞാൻ മരിബ് കരിച്ചിക്കാണ്ട് മുറ്റത്ത് കണ്ട് ഇറങ്ങി പടിഞ്ഞാട്ട് നോക്കുമ്പോ അതാ നിലാവ് അങ്ങനെ ഉദിച്ചു കാണും. ഇജ്ജ് ചൊകിന് കണ്ടോ ചോദിച്ചു. ഞാൻ ചൊകിന് കണ്ടേ. ഇജ്ജ് സമാസം അറിയണ്ട, നോക്കിയോ പടച്ചോനെ റബ്ബെ ബദരീങ്ങളെ, ഞാൻ എന്തോ റമദാൻ മാസം കണ്ടിട്ട് പൊള്ളറിയണ്, ഞാൻ കണ്ടത് തന്നെ കേട്ടോ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായി. ഓള് വെറുതെ ഒന്നും അങ്ങനെ പറയില്ല, ഓള് കണ്ട തന്നെ. ഞങ്ങൾക്ക് നിർബന്ധമായി, അല്ലാതെ നാട്ടുകാർക്ക് നിർബന്ധാവൂല. ഈ പറഞ്ഞ തനിക്ക് അയാളെ വിശ്വാസമുണ്ട് എങ്കിൽ അതിഞ്ഞ് പറഞ്ഞ ആള് ഒരൊന്നരമ്പടിയാ നിക്കരിച്ചിലും നോക്കെ തോന്നുമ്പോഴേ ഉള്ളൂ. ആള് ഫാസിഖാണ്, പക്ഷെ പൊള്ളറിയില്ല. ആള് ഫാസിഖാണെങ്കിലും കളവ് അറിയില്ല. നമുക്ക് അയാളെ പറ്റി നന്നായിട്ട് അറിയാം. ആള് പറഞ്ഞടാ ഞാൻ കണ്ടടാ മാസം എന്ന് പറഞ്ഞു. എന്താപ്പ കാട്ടിന്? ഞാൻ ഇപ്പൊ എപ്പോഴും ഒരു പള്ളിക്കൽ വരലോ നിക്കരിച്ചിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മോല്യാരെടുത്ത് തന്നാ മോല്യാരെന്നെ സ്വീകരിക്കൂല, കണ്ടെന്നുള്ള സത്യമാണ് പറഞ്ഞു. അപ്പൊ ഇവനും തോന്നി ആളോ കുറച്ചൊക്കെ നിൽക്കാരിടക്കൊക്കെ വിടലുണ്ടെങ്കിലും പൊള്ളറിയില്ല. അപ്പൊ പറഞ്ഞ സത്യാണെന്ന് ഉറപ്പുണ്ടോ? ഞങ്ങൾ നോച്ചോളണം. അതാ ഒറാഹിഖിൻ. അതുപോലെ തന്നെ പ്രായപൂർത്തിയോട് അടുത്ത കുട്ടിയല്ല, എന്നാ പ്രായപൂർത്തിയോട്ട് എത്തിയിട്ടില്ല. മുറാഹിഖ് എന്ന് പറഞ്ഞാടാ പ്രായപൂർത്തിയോട് ഏകദേശം അടുത്ത്. ഇപ്പൊ ഒരു 10-12 വയസ്സായ ഒരു കുട്ടി നല്ല നിൽക്കാരും നിലപാടും ഒക്കെ ഉണ്ടാടും. കുട്ടി അനാവശ്യമായിട്ട് അങ്ങനത്തെ പൊള്ളും കള്ളും ഒന്നും പറയാത്ത കുട്ടിയാ. കുട്ടി പറഞ്ഞു, ബാപ്പ ഞാൻ മാസം കണ്ട് പറഞ്ഞു. ബാപ്പ വണ്ടി പാഞ്ഞ് വന്ന് നോക്കുമ്പോ ബാപ്പക്ക് വയസ്സ് കണ്ണിന് കാഴ്ചയും കുറച്ച് കുറവാണ്. എവിടെയാടാ വെച്ചാൽ അതാ പറഞ്ഞു. മൂപ്പര് കണ്ടൊന്നുമില്ല. ഇജ്ജ് കണ്ട തന്നെ മോനെ. ബാപ്പ ഞാൻ കാണാതെ ഞാൻ ഉണ്ടോ പുള്ളറിയണ്. അപ്പൊ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓൻ വെറുതെ പറയില്ല, അങ്ങനത്തെ കുട്ടിയാ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഒൻപത് വെച്ചോളണം. അപ്പൊ കണ്ടോന് നിർബന്ധമാകും, കണ്ടവനെ സത്യമാണ് എന്ന് വിശ്വാസമുള്ളവർക്കും നോമ്പ് നിർബന്ധമാകും. പക്ഷെ നാട്ടുകാർക്ക് മൊത്തം വരൂല. എന്തിന്? ഈ പറയപ്പെടുന്ന ഫാസിഖിനെ പോലത്തെ മുറാഹിഖിനെ പോലത്തെ ഒരു പറഞ്ഞു ബിറുയ്യത്തി താൻ കണ്ടു എന്ന്, ഔസുബൂത്തിയ അല്ലെങ്കിൽ നിലാവ് കണ്ടതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് ഫീ വലതി മുത്തനെ എൻമത്തുലഹു, ഉദിപ്പ് വ്യത്യാസപ്പെടാത്ത സ്ഥലത്ത് കണ്ടു എന്നുള്ള വാർത്ത പറഞ്ഞത് ഫാസിഖാണ്, അല്ലെങ്കിൽ പെണ്ണാണ്, അല്ലെങ്കിൽ അടിമയാണ്. നിങ്ങൾക്ക് അയാൾ പറയുന്ന വിശ്വാസമുണ്ടോ? എന്നാൽ വിശ്വാസമുള്ള നിങ്ങൾക്കും നിർബന്ധമാകും. അപ്പോ സ്വന്തം കണ്ടോനും സാക്ഷിക്ക് പറ്റാത്ത കാരണത്താൽ സ്വീകരിക്കപ്പെടാത്ത ആളാണെങ്കിലും തനിക്ക് സത്യമാണെന്ന് 100% ബോധ്യം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് നിർബന്ധമാവും. ഈ പറഞ്ഞ വിഷയത്തിൽ സവാഉൻ അവ്വല റമളാന്റെ തുടക്കത്തിലും ഈ വിഷയം അങ്ങനെ തന്നെ, വാഖിറുഹു അവസാനവും അങ്ങനെ തന്നെ, അലല്ല സഹീ അസഹായ വജ്ഹ് അനുസരിച്ച് റമളാനിന്റെ തുടക്കത്തെ പറ്റിയിട്ട് ഒരാൾ പറഞ്ഞു, ഖാദിയാർ അത് സ്വീകരിക്കൂലെങ്കിലും തനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ അതെടുക്കണം. റമളാനിന്റെ അവസാനത്തെ പറ്റി പറഞ്ഞു, അതായത് ശവ്വാൽ നിലാവ് കണ്ടൂന്ന്. അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്.
പക്ഷേ കാദിയാർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ഫാസിഖായത് കൊണ്ടാണ്, അടിമയായത് കൊണ്ടാണ്, പെണ്ണായത് കൊണ്ടാണ് 4 ആള് കണ്ട് 4 ആളും പെണ്ണുങ്ങളെ ഇനി, അല്ലെങ്കിൽ 10 ആള് കണ്ട് 10 ആളും ഫാസിഖീങ്ങളെ ഇനി. അവരങ്ങനെ പൊള്ളു അറിയില്ല, നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, എന്നാ നിങ്ങൾക്ക് അതനുസരിച്ച് അമൽ ചെയ്യാം. ഇനി സാക്ഷിന്റെ വിഷയത്തിൽ രണ്ടും അവലും ആഹ്റും വ്യത്യാസമുണ്ട്. മാസം കണ്ടു, റമദാൻ പറഞ്ഞു എന്ന് പറയുന്നിടത്ത് ഒരു സാക്ഷി, സ്വീകാര്യനായ ഒരു സാക്ഷി ഉണ്ടെങ്കിലും മതി എന്നാണ് മദ്ഹബ്. എന്നാൽ ശവ്വാൽ മാസം കണ്ടു, അതാ പെരുന്നാളിന്റെ നിലാവ് കണ്ടു എന്നതിന് ചുരുങ്ങിയത് സ്വീകാര്യരായ 2 ആളുകളെങ്കിലും കാണണം എന്നാണ് നിയമം. ഇനി വൽ മുഅ്തമദു അന്നലഹു, ഒരാൾക്ക് ജായിസാണ്, അല്ല ബൽ അലൈഹി, ഒരാൾക്ക് നിർബന്ധം തന്നെയാണ്. എന്ത്? യതിമാദുൽ അലാമാതി, അടയാളങ്ങളെ അടിസ്ഥാനപ്പെടുത്താം, ബിദുഖൂലി ശവ്വാൽ, പെരുന്നാൾ മാസം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടുക, മുത്തവാത്തറായ വാർത്ത കൊണ്ട് സ്ഥിരപ്പെടുക, സാധാരണഗതിയിൽ മാറ്റം വരാത്ത നിരക്കുള്ള വാഹിറായ അലാമത്തുകളെ കൊണ്ട് വന്നിട്ടുക എന്നതുപോലെ വാഹിറായ അലാമത്തുകളെ കൊണ്ടിട്ട് വന്നു കിട്ടിയാൽ മതി, അതനുസരിച്ച് പെരുന്നാൾ കഴിച്ചു കൊള്ളണം എന്നാണ്. ശവ്വാൽ കണ്ടു, ശവ്വാൽ മാസം തുടങ്ങി എന്നതിന് അലാമത്തു വാഹിറത്ത്, സാധാരണഗതിയിൽ മാറ്റം വ്യത്യാസം വരാത്ത നിരക്കുള്ള അലാമത്തു വാഹിറത്ത് കണ്ട് വന്നു കിട്ടിയാൽ അതനുസരിച്ച് ശവ്വാൽ പ്രവിയും അംഗീകരിക്കാം. അത് പക്ഷേ തോന്നിയാ പോരെ, ഇത് അസലും എത്തിക്കാതും ജാസിം ബിസിദ്ഖി, ഈ അലാമത്തൊക്കെ ശരിയാണ്, ഇവിടെ പേച്ചങ്ങനെ വരൂലെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് പെരുന്നാളും കഴിക്കാം. പക്ഷെ സാക്ഷിന്റെ അവിടെ റമദാൻ സ്ഥിരപ്പെടാൻ ഒരു സാക്ഷി മതി ഖാദിന്റെ അടുക്കൽ, അതേ സമയത്ത് ശവ്വാലിന് 2 സാക്ഷി വേണം. പക്ഷേ നാട്ടിൽ സാധാരണ ഖാദിമാരെടുക്കൽ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം മാസം അറിയിക്കാൻ വേണ്ടി ചില പ്രത്യക്ഷ അടയാളങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള അടയാളങ്ങൾ കാണുകയും അതിലൂടെ നാളെ എന്തായാലും മാസം കണ്ടതുകൊണ്ടാണ് ഈ അടയാളം വന്നത് എന്ന പൂർണ്ണ ഉറപ്പ് ഇവന്റെ മനസ്സിലുണ്ടെങ്കിൽ അതനുസരിച്ച് നോമ്പ് ഒഴിവാക്കി പെരുന്നാൾ ആഘോഷിക്കാം. ഇങ്ങനെയാണ് മുഅ്തമദ് എന്നത് ബഹുമാനപ്പെട്ട ഷേഖ് ഇബ്നു സിയാദ് തങ്ങളും ബഹുമാനപ്പെട്ട ഷേഖുന ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളും 2 ആളും ഫത്വ കൊടുത്തിട്ടുണ്ട്. കജമ്മി മുഹഖഖീൻ തന്നെയല്ല, വേറെയും കുറെ ഇമാമിങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്ത് വേണമെന്നില്ല, ഖാദിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടു എന്നറിയുകയോ മുത്തവാത്തറായ ഖബർ കൊണ്ട് അറിയുകയോ ഒന്നും വേണമെന്നില്ല. അലാമത്ത് വാഹിറത്ത് കൊണ്ട് അറിയുകയും അതിൽ തനിക്ക് സത്യമാണുള്ളത് ബോധ്യം വരികയും ചെയ്താൽ മതി എന്ന്. ഇനി വേറെ അപ്പൊ ഇങ്ങനെയൊക്കെ മാസം സ്ഥിരപ്പെടുക, ഒരു പക്ഷെ 30 തികയ്ക്കുക, അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാൾ കണ്ടു എന്ന് ഉറപ്പ് വരിക, അതല്ലെങ്കിൽ ഖാദിന്റെ അടുക്കൽ സാക്ഷി പറഞ്ഞിട്ട് ഖാദി അത് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ മുതവാത്തിറായ ഖബർ കൊണ്ട് സ്ഥിരപ്പെടുക, അല്ലെങ്കിൽ വാഹിറായിരിക്കുന്ന സാധാരണ മാറ്റം വരാത്ത വാഹിറായ അലാമത്ത് കൊണ്ടിട്ട് വന്ന് കിട്ടുക. ഇങ്ങനെയൊക്കെ ആയാൽ നോമ്പ് നിർബന്ധമാവും എന്ന് പറഞ്ഞു. അങ്ങനെ വലൂസ്വാമോ, അങ്ങനെ ഒരു നാട്ടുകാർ നോമ്പെടുത്തു, വരൂ ബിറൂയത്തി അതിലിൻ, ഒറ്റൊരാൾ കണ്ടിട്ടാണെങ്കിലും ഖാദിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് അങ്ങനെ നോറ്റു. എന്നാൽ പിന്നെ അഫ്തറു, ആ നാട്ടുകാർ നോമ്പ് നിർത്തിക്കോളണം. ബാദ 30 തികഞ്ഞാൽ ഒരാളെ കണ്ടിട്ടുള്ളൂ. റമദാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ. ഖാദിയാർ അടുക്കൽ 1 പറഞ്ഞു, സാക്ഷി പറഞ്ഞു, ഖാദിയാർ അത് സ്വീകരിച്ച് പ്രഖ്യാപിച്ചു. അന്ന് മുതൽ നോമ്പ് വിൽക്കാൻ തുടങ്ങി. 30 ദിവസം കഴിഞ്ഞാൽ ഇനി നോമ്പ് എന്തുവാണെന്നില്ല, നിലാവ് കണ്ടോളണം എന്നില്ല, പെരുന്നാൾ കഴിക്കുക. കാരണം എന്താ, 30ന്റെ അപ്പുറം അറബി മാസം ഉണ്ടാവൂല. സംഗതി വൈലം നിറവില്ലാല, 30 ആയിട്ടും നിലാവ് കണ്ടിട്ടില്ല, അത് പ്രശ്നമല്ല, പിന്നെ കാണേണ്ട ആവശ്യമില്ല. വലമ്പിക്കും വൈമുൻ, കാർമേഘമൊന്നും ഇല്ലാണോ, തീരെ കാർമേഘമൊന്നുമില്ല, മേഘമൊക്കെ നല്ല തെളിഞ്ഞ സമയമാണ്, നോക്കിയിട്ട് ആരും കാണുന്നില്ല, പക്ഷെ തെഞ്ഞാണ് 30. എന്നാ പിന്നെ പെരുന്നാൾ കഴിക്കാൻ 31 നോൽമ്പ് വിൽക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ലികമാലിൽ ഇദ്ദത്തി, മാസത്തിന്റെ എണ്ണം തികഞ്ഞത് കൊണ്ട്, ബിഹുജ്ജത്തിൻ ശർഇയ്യ, ശർഇയ്യായ ഹജ്ജത്ത് കൊണ്ട്. ശർഇയ്യായ ഹജ്ജത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുന്ന സ്വീകാര്യനായ ഒരാൾ ഖാദിന്റെ അടുക്കൽ സാക്ഷി പറയുകയും ഖാദി അത് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ശർഇന്റെ തെളിവ് ദലീലായ ഹുജ്ജത്തായി. അങ്ങനെ ശർഇന്റെ ഹുജ്ജത്ത് അടിസ്ഥാനത്തിൽ 30 ദിവസം കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം പിന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
ഇതിപ്പോ കാതി വിധിച്ചോടത്ത്. ഇനി വല ഉസ്മാം ഒരാൾ നോമ്പോറ്റ് തനിക്ക് വിശ്വാസം തോന്നിയ ഒരാളുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ കാതിയാർ വിധിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ അബ്ബന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു ഞാൻ മാറ്റം കണ്ടിരുന്നു എന്ന്. ഓള് നല്ലൊരു മനുഷ്യത്തിയാണ്, അതുകൊണ്ട് സ്വീകരിച്ച് നോൽക്കാൻ തുടങ്ങി. അതല്ലെങ്കിൽ ആള് ഫാസിഖാണെങ്കിലും കളവ് അറിയില്ല എന്നുള്ള ഒരു ധൈര്യമുണ്ട്, അങ്ങനെ ഓൻ പറഞ്ഞനുസരിച്ച് നോമ്പ് പറ്റു, അല്ലെങ്കിൽ അടിമ പറഞ്ഞനുസരിച്ച് നോമ്പ് പറ്റു, അല്ലെങ്കിൽ മുറായിക്കായ കുട്ടി പറഞ്ഞനുസരിച്ച് നോമ്പ് പറ്റു, ഇങ്ങനെയൊക്കെ നോറ്റ്. എന്നിട്ടോ സുമ്പലം ഹിലാലു നിലാവ് കാണപ്പെട്ടില്ല. ബാദ 30 കഴിഞ്ഞിട്ടും നിലാവ് കാണുന്നില്ല. മാസ്വി കാർമേഘമൊന്നുമില്ല, നല്ല തെളിവാണ് അന്തരീക്ഷം. അന്തരീക്ഷം തെളിഞ്ഞതോടുകൂടി 30 കഴിഞ്ഞിട്ടും കാണുന്നില്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ പറ്റൂല, പെരുന്നാൾ കഴിച്ചാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? ശറഈയായ ഹുജ്ജത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. കാരണം ശറഈയായ ഹുജ്ജത്ത് കൊണ്ട് സ്ഥിരപ്പെടണമെങ്കിൽ ചുരുങ്ങിയത് വിശ്വസ്തനായ ഒരു സാക്ഷിയെങ്കിലും സാക്ഷി പറയണം, അപ്പോഴേ ശറഈയായ ഹുജ്ജത്ത് കൊണ്ട് സ്ഥിരപ്പെടുള്ളൂ. ഇവിടെ അതില്ലല്ലോ. ഇയാൾക്ക് വിശ്വാസം തോന്നിയ ഒരാൾ പറഞ്ഞപ്പോ എടുത്തതാണ്, ശറഈൽ ഹുജ്ജത്തല്ല. അതുകൊണ്ട് തെളിഞ്ഞ അന്തരീക്ഷമായിട്ട് 30ന്റെ അന്ന് നിലാവ് കാണുന്നില്ലെങ്കിൽ നോമ്പ് നിർത്താൻ പറ്റൂല. അത് വേറെ. ഇനി വേറൊരു മസല, വലോ റജഅ ഷാഹിദു സാക്ഷി നിന്ന ആള് പിന്മാറി, ബഅദ ശുറൂഇഹിം നാട്ടുകാര് തുടങ്ങിയതിന് ശേഷം ഫിസ്സോമി നോമ്പില് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്വീകാര്യനായ ഒരാള് വന്നിട്ട് ഖാദിയാരുടെ അടുക്കൽ വന്നിട്ട് സാക്ഷി പറഞ്ഞു, എന്താ അശ്വതു അന്യറായിത്തുള്ളിലാല എന്ന്, ഞാൻ നിലാവ് കണ്ടു എന്ന്, അല്ലെങ്കിൽ അശ്വതു അന്നഹു അല്ല മാസം ഉദിച്ചിരിക്കുന്നു എന്ന് സാക്ഷി പറഞ്ഞു. ഖാലി എന്തായി? സബത്ത എന്തി, അങ്ങനെ മാസം എന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടു എന്ന് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തെല്ലാവരും നോമ്പോൽക്കാൻ തുടങ്ങി. രാവിലെ പീടികയിലിറങ്ങി കാൽച്ചായും കുടിച്ചിട്ട് ഇങ്ങനെ എന്ന് കുത്തിരി അടജ്, ഞാൻ മാസം ഒന്നും കണ്ടിട്ടില്ലേ. അപ്പൊ പിന്നെ ഈ കാലുകാരെടുക്കൽ അതുപോലെ എത്രയെന്ന് എന്നാ പിന്നെ ഇനി നാട്ടുകാരൊക്കെ പാടെ നോൽമ്പ് ഒഴിവാക്കുക, അനങ്ങാൻ പറ്റൂല. ഈ സാക്ഷി താൻ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നിട്ട് പിന്മാറി എന്നാ നോമ്പ് മുറിക്കാൻ പറ്റൂല. കാരണം എന്താ? ശറഈയായ ഹുജ്ജത്ത് കൊണ്ട് നോമ്പ് തുടങ്ങിയോലാണോര്. ശറഈയായ ഹുജ്ജത്ത് തന്നെ ബഹുമാനല്ല, ഖാദി പറഞ്ഞതാ സബത്തീൻ. ഖാദി എന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് ഫർദായി. ഈ ഫർദിന് ഇല്ലാതാക്കാൻ ഈ അമുക്കിനെ കൊണ്ട് കഴിയൂല. കാരണം ഓം നേരത്തെ പറഞ്ഞപ്പോഴാണെങ്കിൽ ഇപ്പൊ പറഞ്ഞത് ശരിയാണെങ്കിൽ ഓൻ ഫാസിഖാണ്. അല്ല, നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നു ഇപ്പൊ പറഞ്ഞപ്പോഴാണെങ്കിൽ ഇപ്പൊ വളവ് പറഞ്ഞാൽ മോൻ ഫാസിഖായില്ലേ. അപ്പൊ അവന് സ്വീകരിക്കാൻ പറ്റൂല. ഖാദി പറഞ്ഞതിനനുസരിച്ച് നോൻപ് പൂർത്തിയാക്കിക്കൊള്ളോന്ന്. ഇനി വേണം നിലാവ് കണ്ടു എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ നേരത്തെ പറഞ്ഞേക്ക് സ്ഥിരപ്പെടണം. ഒരു പക്ഷേ ഖാദിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ട് ഖാദി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ മുത്തവാത്തിറായ നിലക്ക് സ്ഥിരപ്പെടണം. ഇങ്ങനെയൊക്കെ വന്നു. അങ്ങനെ ഒരു നാട്ടിൽ സ്ഥിരപ്പെട്ടില്ല ലസിമ ഹുക്കുമുഹു, എന്നാൽ ആ നാട്ടുകാരുടെ വിധി ബാധകമാകും. അൽ ബലദൽ ഖരീബ, ഈ നാട്ടിന്റെ ഏകദേശ സമീപത്തുള്ള നാട്ടുകാർക്കൊക്കെ. ദൂനൽ ബഈദി, ദൂരത്തുള്ള ആളുകൾക്ക് അത് ബാധകമല്ല. എങ്ങനെ ഇപ്പൊ ഈ ദൂരം അടുപ്പ് അടുത്ത നാട്ടുകാർക്കൊക്കെ ബാധകമാണെന്നും ദൂരത്തുള്ളവർക്ക് ബാധകമല്ല എന്നും പറയുമ്പോ ഈ അടുപ്പ് ദൂരം എന്ന് പറയുന്നത് എങ്ങനെ കണക്കാക്കുക? അതിന് പറയുന്നു ഒരു നാട് ദൂരത്താണ് എന്ന കാര്യം സ്ഥിരപ്പെടല് ബിഖ്തിലാഫിൽ മതാലിഇ, സൂര്യോദയം, ചന്ദ്രോദയം, നക്ഷത്രോദയം എന്നിവ വ്യത്യാസപ്പെടല് കൊണ്ടാണ്. അല്ലാതെ ചന്ദ്രോദയം മാത്രല്ല. മനസ്സിലായോ? والمراد باختلافها, ഈ ഉദയം വ്യത്യാസപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം അയ്യതബാദൽ മഹല്ലാനി, രണ്ട് നാടുകളും തമ്മിൽ അകലം വരിക. ബിഹൈസു, ഒരു നിലക്കുള്ള അകലം. ലൗ റുഇയ ഫീ അഹദിഹിമാ, രണ്ടിൽ ഒരു നാട്ടിൽ കാണപ്പെട്ടാൽ ലം യുറഫിൽ ആഖരി, മറ്റേ നാട്ടിൽ കാണപ്പെടൂല. ഗാലിബൻ, എപ്പോഴെങ്കിലും ഒരിക്കൊന്നും കാണൂല എന്നല്ല, സാധാരണഗതിയിൽ ഈ നാട്ടിൽ കണ്ടത് കൊണ്ട് മറ്റേ നാട്ടിൽ കണ്ടോളുന്നില്ല. അങ്ങനെയുള്ള അകലമാണ് കണക്ക്. അല്ലാതെ ഇത്ര കിലോമീറ്റർ ഇതൊന്നും പറയാൻ കഴിയില്ല.
ഉദയം വ്യത്യാസപ്പെടുന്നുണ്ടോ? എന്നാൽ ഈ നാട്ടിന് ഇതിന്റെ വിധി, മറ്റേ നാട്ടിന് അതിന്റെ വിധി. അല്ല ഉദയമൊക്കെ ഏകദേശം ഒപ്പാണോ? എന്നാ ഈ നാട്ടിന്റെ വിധി തന്നെ ആ ഉദയം ഒപ്പമുള്ള നാടുകളുടെ ഒക്കെ വിധി. അതാണ് ഇപ്പൊ ഈ അകലം അടുപ്പെന്ന് പറഞ്ഞ ഉദയം വ്യത്യാസപ്പെടുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ടാണ്. അൻവാർ ഇമാം മർദബീരി തങ്ങൾ അൻവാർ പറഞ്ഞതാണ്. ഏത് വേത് രണ്ട് നാട്ടിന്റെ അകലം എന്ന് പറയുന്ന കണക്കാക്ക ഒരുത്തി കണ്ടാൽ സാധാരണഗതിയിൽ മറ്റൊരുത്ത് കാണാറില്ല എന്ന നിലക്കുള്ള അകലമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം താജുദ്ദീൻ തിബിരിസി തങ്ങൾ പറയുന്നു. വാക്കറു പറഞ്ഞ തിബിരിസി ആണെങ്കിലും മറ്റുള്ളവരൊക്കെ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? ലായം ഇംകിനു ഇഖ്തിലാഫുഹാ, ഈ ഉദയങ്ങൾ വ്യത്യാസപ്പെടാൻ സാധ്യതയില്ല. ഫി അഖല്ല മിൻ 24 ഫർസഖ, 24 ഫർസഖിൽ കുറഞ്ഞാൽ ഉദയം വ്യത്യാസപ്പെടാറില്ല എന്നത് പണ്ടത്തൊരു കണക്കാ. ഇനി വേറെ മറ്റൊരു കാര്യം, വനബ്ബഹ സുബ്കി, ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. തബിഉഹു, മറ്റ് പല ഫുഖഹാവും ഇമാം സുബ്കി തങ്ങളെ പിന്തുടരുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഉണർത്തിയത്? അലാ അന്നഹു യൽസമു മിനർ റുയത്തി ഫിൽ ബലദിൽ ഗർബി, പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ നിലാവ് കാണുന്നതിനാൽ അനിവാര്യമായി വരും. അന്നഹു യൽസമു മിനർ റുയത്തി ഫിൽ ബലദിൽ ഗർബി. എന്ത് വാക്യൂടെ ലസിമ متى رؤي في شرقي لزم كل غربي العمل بتلك الرؤيا وإن اختلفت المطالع. അവിടെ നിന്ന് നോക്കിക്കേട്ട ഇബാറത്തിന് അല്ല. نبه السبكي وتبعه غيره على أنه يلزم من الرؤية في البلد الغربي من الرؤية في البلد الشرقي. അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. ആരൂരെ അത് നോക്കിക്കോളി. അലാ അന്നഹു യൽസമു മിനർ റുയത്തി ഫിൽ ബലദി, അലാ അന്നഹു യൽസമു മിനർ റുയത്തി ഫിൽ ബലദി ശർഖി റുയത്തുഹു ഫിൽ ബലദിൽ ഗർബി മിൻ ഗൈരി അക്സിൻ എന്ന്. അവിടെ വിട്ടിന് അല്ല ആകെ പിടുത്തം കിട്ടൂല. ബാക്കിയുള്ള എഴുതി കൊടുത്താളി, അതേ പറ്റുള്ളൂ. എങ്ങനെ? വനബ്ബഹ സുബ്കിയു, ഇമാം സുബ്കി റഹ്മഹുല്ലാഹ് ഉണർത്തി. വതബിഅഹു ഗൈറുഹു, മറ്റ് ചില ഇമാമിയങ്ങൾ ഇമാം സുബ്കി റഹ്മഹുല്ലാഹ് തങ്ങളെ പിന്തുടരുകയും ചെയ്തു. എന്തിന്റെ മേൽ ഉണർത്തി? അലാ അന്നഹു യൽസമു, അനിവാര്യമായി വരും, മിനർ റുയത്തി ഫിൽ ബലദി ശർഖി, കിഴക്കൻ പ്രദേശങ്ങളിലുള്ള നാടുകളിൽ നിലാവ് കാണുന്നതിനാൽ അനിവാര്യമാകും. റുയത്തുഹു ഫിൽ ബലദിൽ ഗർബി, പടിഞ്ഞാറ് പ്രദേശത്തുള്ള നാടുകളിൽ കാണൽ. ഉദാഹരണം, നമ്മൾ ഇന്ത്യയിൽ നിലാവ് കണ്ടാൽ സൗദി അറേബ്യയില് നിലാവ് കണ്ടോളണം. എന്തായാലും അത് വേറെ എന്ന് പറയുന്നത്. പിന്നെ വേറെ ഏതാണുള്ളത്? നിങ്ങൾ എവിടെ ഉള്ളത്? ആ കാലത്ത് താജു തിബിരിസി അത് കണ്ടില്ല നിങ്ങള്? അത് കഴിഞ്ഞിട്ടല്ലേ നബ്ബഹ. ആ തന്നെ, നിങ്ങൾ എവിടെ ഉള്ളത്? വനബ്ബഹ സുബ്കിയു വതബിഉഹു ഗൈറുഹു على أنه يلزم من الرؤية
ഫിൽ ബലദി ശർഖി കിഴക്കൻ നാടുകളിൽ നിലാവ് കാണുന്നതിനാൽ അനിവാര്യമായി വരും റുയത്തുഹു ഫിൽ ബലദിൽ ഗർബി പടിഞ്ഞാറൻ നാടുകളിൽ നിലാവ് കാണൽ. നമ്മൾ ഇന്ത്യക്കാര് കിഴക്കരാണ്, സൗദികൾ പടിഞ്ഞാറാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിലാവ് കണ്ടാൽ അനിവാര്യമായും എവിടെ കണ്ടോളണം? സൗദിയെ കണ്ടോളണം. മിൻ പടിഞ്ഞാറൻ നാടുകളിൽ നിലാവ് കണ്ടു എന്നതുകൊണ്ട് എവിടെ വന്നോളണമെന്നില്ല, കിഴക്കൻ നാടുകളിൽ കണ്ടോളണം എന്നില്ല. ചില ദിവസം സൗദി അറേബ്യയിൽ നിലാവ് കണ്ടെന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് നോൽമ്പാറില്ലല്ലോ, പെരുന്നാളാറില്ലല്ലോ. അതേ സമയത്ത് ഇന്ത്യയിൽ കണ്ടാഞ്ഞ് പിന്നെ സൗദിയിൽ കാണാതെക്കൂല. അപ്പൊ കിഴക്കൻ പ്രദേശങ്ങളിൽ നിലാവ് ഉദിച്ചാൽ പടിഞ്ഞാറുകാർക്ക് നോമ്പ് നിർബന്ധമാകും. അതേ സമയത്ത് പടിഞ്ഞാറുകാർക്ക് ഉദിച്ചു എന്നതുകൊണ്ട് കിഴക്കൻ ഭാഗത്തുള്ളവർക്ക് നിർബന്ധമായി കൊള്ളണം എന്നില്ല. എന്തുകൊണ്ട്? കാരണം ഇതില്ലയിലു യദ്ഖുലു ഫിൽ ബിലാദി ശർഖിയത്തി ഖബ്ലു കിഴക്കൻ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിൽ ആദ്യം രാവ് കടക്കുന്നു. 2.5 മണിക്കൂർ ബേക്കിലാണല്ലോ സൗദി അറേബ്യ നമ്മളെ ഇന്ത്യ വെച്ച്, മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം നമ്മളിവിടെ മുന്നിൽ കിടക്കുക. അതുകൊണ്ട് ഇവിടെ കണ്ടാ പിന്നെ പടിഞ്ഞാട്ട് എന്തായാലും കാണാതെക്കൂല. പടിഞ്ഞാറ് കണ്ടോണ്ട് കേക്ക് കണ്ടോളണം എന്നില്ല. ഇനി വഖദിയത്തു കലാമിഹിം അന്നഹു മതാ റുഇയ ഫീ ശർഖിയ്യിൻ ലസിമ കുല്ല ഗർബിയ്യിൻ ബിന്നിസ്ബതി ഇലൈഹി അൽഅമലു ബിതിൽക റുഇയ വഇൻ ഇഖ്തലഫത്തിൽ മതാലിഉ. വഖദിയത്തു കലാമിഹിം ഈ പറഞ്ഞ മഹാന്മാരുടെ കലാമിന്റെ താല്പര്യം അന്നഹു മതാ റുഇയ വല്ലപ്പോഴും നിലാവ് കാണപ്പെട്ടാൽ എവിടെ ഫീ ശർഖിയ്യിൻ കിഴക്കൻ മേഖലകളിലുള്ള ഒരു നാട്ടിൽ നിലാവ് കാണപ്പെട്ടാൽ ലസിമ കുല്ല ഗർബിയ്യിൻ ബിന്നിസ്ബതി ഇലൈഹി ആ നാട്ടിനെ കൊള്ള ചേർത്തിയിട്ടുള്ള പടിഞ്ഞാറുകാര്, ദുന്യാവിൽ ആകെയുള്ള പടിഞ്ഞാറുകാര് എന്നല്ല, ഒരു നാട് കിഴക്കൻ പ്രദേശവും ആ നാടിന്റെ പടിഞ്ഞാറും. ഇപ്പൊ ഒരു കിഴക്കൻ പ്രദേശത്ത് കണ്ടാൽ ആ നാട്ടിലേക്ക് ചേർത്തിയിട്ടുള്ള പടിഞ്ഞാറൻ നാടുകളിൽ നിർബന്ധമാവും അൽഅമലു ബിതിൽക റുയ ഈ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള കാഴ്ച കൊണ്ടിട്ട് അമൽ ചെയ്യുക. മാസം കണ്ട പെരുന്നാൾ മാസമായാലും വേണ്ടിയില്ല, നോമ്പിന്റെ മാസമായാലും വേണ്ടിയില്ല. വൈൻ ഇഖ്തലഫത്തിൽ മതാലിയോ അവിടെ ഉദയം വ്യത്യാസപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം എന്താ, കിഴക്ക് ആദ്യം രാത്രി വരുന്നു, പടിഞ്ഞാറ് പിന്നെയാ രാത്രി വരുന്നത്. നേരത്തെ രാത്രി വരുന്ന കിഴക്കന്റെ നിലാവ് കണ്ടാൽ പടിഞ്ഞാറ് എന്തായാലും കണ്ടുകൊണ്ടിരിക്കണം. അപ്പം ഉദയം വ്യത്യാസപ്പെടാത്തയിടത്ത് നാട്ടിന് ബാധകമാണ്. കാരണം നിയമം വേറെയാണ്. കിഴക്ക് കണ്ടാൽ തുടർന്ന് ആ നാട്ടിന്റെ പടിഞ്ഞാറുകാർക്ക് നിർബന്ധമാവും എന്ന് പറഞ്ഞ വേറെ വിഷയമാണ്. അവിടെ ഉദയം വ്യത്യാസപ്പെട്ടാലും വ്യത്യാസപ്പെട്ടിട്ടില്ലെങ്കിലും കണക്കാണ്. കിഴക്കാന് കാരണം എന്താ, ആദ്യം രാത്രി വരുന്ന കിഴക്കാണ്. അവിടെ തന്നെ കണ്ടെങ്കിൽ പിന്നീട് രാത്രി വരുന്ന പടിഞ്ഞാറ് എന്തായാലും കണ്ടിരിക്കണം. അവിടെ ഉദയം വ്യത്യാസപ്പെട്ടാലും ഇല്ലെങ്കിലും കണക്ക് തന്നെയാണ് നടത്തും. അവിടെ ഒരു വാക്കാണ് വിട്ടുപോയതുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അർത്ഥവും ആശയം ഒരുപാട് മാറും, ആശയം മനസ്സിലാകാതെ വരികയും ചെയ്യും. മാത്രമാണ് അതിലുള്ളത്, അങ്ങനെയല്ല. മനസ്സിലായില്ലേ? പാടുമായിരുന്നു സമയം. ഇനി കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ സംശയം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ അവർക്കുള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം പിന്നീട് തുടർന്നുള്ള ദർസുകളിൽ ഓതാനും പഠിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിലേക്ക് വരാ. മൈക്ക് വിട്ടു. അലൂര് തന്നെ പോയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്റ്റീരിയോ മിക്സ് ചെയ്യുന്നു ഉസ്താദേ, സോറി. കേൾക്കണ്ടല്ലേ? എനിക്കിപ്പോ ഞാൻ ഒന്നാമത് സമയമില്ല, വാങ്ങിക്കൊടുത്ത് നിസ്കരിക്കാൻ ടൈമായി തുടങ്ങി. ഇപ്പൊ ഈ പറഞ്ഞൊരു വിഷയത്തില് ഉള്ളൊരു ചോദ്യം ഉസ്താദേ, അതിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം പിന്നെ കാസർഗോഡ്, തിരുവനന്തപുരം അല്ലെങ്കിൽ
നമ്മളെ മറ്റേ തൃശ്ശൂർ ഈ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വ്യത്യാസം ഉണ്ടാകാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഉദയസ്ഥാനത്തിൽ വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ തന്നെ 2-3 ഒരു ദിവസമൊക്കെ വ്യത്യാസത്തിന് പെരുന്നാളാവാറും നോമ്പാവാറുണ്ട്. അതേസമയത്ത് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പൊ ഞങ്ങൾ UAE-ക്കാര് സൗദിയെ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഉറപ്പിച്ചാൽ ഇവിടെയൊക്കെ സ്വീകരിക്കാറുള്ളത്. അപ്പൊ ഇത് ഇവിടെ ഇപ്പൊ 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട് സൗദിയും UAE-യും തമ്മിൽ. അപ്പൊ ഇവിടുത്തെ ഇത്ര 1 മണിക്കൂർ വ്യത്യാസം ഉള്ളിടത്തൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ മിനിറ്റ് വ്യത്യാസം ഉള്ളിടത്ത് ഉദയസ്തമനത്തിൽ അത് അവിടെ സ്വീകരിക്കായി അതിന്റെ ടെൻഷൻ എന്താണെന്ന് പിടികിട്ടുന്നില്ല. അതെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അതിനെ ചോദിക്കാനാ വന്ന മൈക്ക് വിട്ടു. തെക്കും വടക്കും തമ്മിൽ ഉദയം വ്യത്യാസപ്പെടാം, അത് തന്നെ നിലാവ് വ്യത്യാസപ്പെടാം. അതേ സമയത്ത് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണല്ലോ പറഞ്ഞത്, ഒരു നാടും ആ നാടിലേക്ക് ചേർത്തിയിട്ടുള്ള പടിഞ്ഞാറും എന്നാ പറഞ്ഞത്. അതേ സമയത്ത് കാസർഗോഡും മലപ്പുറവും തിരുവനന്തപുരവും തെക്ക് വടക്കിന്റെ അകലമാണ്. ഈ തെക്ക് വടക്കിന്റെ അകലം ഈ പറയുന്ന വ്യത്യാസം ഇല്ലാതെ തന്നെ നിലാവ് കാണാൻ വ്യത്യാസം വരാം എന്നതുപോലെ സൗദി അറേബ്യയിലെ പടിഞ്ഞാറൻ ചൈക്കുങ്ങള് എന്ന് വിചാരിക്കുക. അല്ലാതെ തന്നെ മാനസികമായ ഒരു അടിമത്വം സൗദിയോട് UAE-ക്കുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുക എന്ന് പറയണ്ട, അതാണ് സത്യം. പല കാര്യങ്ങളിലും ഇന്ന് സൗദി അറേബ്യയെ എന്തോ ഒരു മാതൃകാ രാജ്യമായി കാണുകയും അങ്ങനെ അന്ധമായ തക്രീതിൽ സൗദി അറേബ്യ എന്ത് പറഞ്ഞാലും അണ്ണാക്ക് തുടങ്ങാതെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതിനിപ്പം നിങ്ങൾ ഈറൊടിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ഉള്ളത് തന്നെയാണത്. എന്നാ നിങ്ങൾ നോക്കി, ഒമാന് ഇബാദികളാണ് ഭരിക്കുന്നത്. ഷിയാക്കളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാവുന്ന ഇബാദി വർഗമാണ്. അവര് ചുറ്റോടിറ്റും കണ്ടിട്ടും കാര്യമില്ല, അവരെ നാട്ടിൽ കണ്ടെങ്കിലേ അവര് വിശ്വസിക്കുള്ളൂ ഒമാൻകാര്. കാരണം എന്താ, ഇവര് സൗദി അറേബ്യനെ വലിയ ദൈവമായിട്ട് അവര് കാണുന്നില്ല. കാരണം എന്താ, സൗദി അറേബ്യകൾ വഹാബികളാണെന്നും വഹാബിസം ഖുഫ്രിയത്താണെന്നും വിശ്വസിക്കുന്ന വർഗമാണ്. അതേ സമയത്ത് നിങ്ങളാൾക്കാർ അങ്ങനെയല്ല. UAE-ക്കാർ ആളുകളൊക്കെ പൊതുവെ സുന്നികളാണെങ്കിലും ഭരണത്തിൽ ഉത്തരവാദപ്പെട്ട പലരും ഈ സൗദി അറേബ്യയിലെ യൂണിവേഴ്സിറ്റികളിൽ വന്ന് ഡോക്ടറേറ്റ് എടുത്ത് വഹാബിവൽക്കരിക്കപ്പെട്ട പല ഉത്തരവാദപ്പെട്ട മുദീറന്മാരും ഭരിക്കുന്ന കാലം വന്നതുകൊണ്ട് എല്ലാം സൗദി അറേബ്യയിലേക്ക് നോക്കി ഓര് പറയും പോലെ പറയാ എന്ന് പറയുന്ന ഒരു മാനസിക അടിമത്വം വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. അതേ സമയത്ത് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് വശത്താണ് നിങ്ങളെ UAE എങ്കിൽ പറഞ്ഞതനുസരിച്ച് ആ ഒരു നാട്ടിന്റെ കിഴക്കൻ ഭാഗത്ത് കണ്ടാൽ ആ നാട്ടിനെ സംബന്ധിച്ചുള്ള പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആ നിയമം ബാധകമാണ് എന്നുണ്ടായിരിക്കാം. അതേ സമയത്ത് കാസർഗോഡും മലപ്പുറവും തിരുവനന്തപുരം തെക്ക് വടക്കിന്റെ അകലമാണ്. അതിൽ മാറ്റം ഉദയത്തിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ജസാക്കല്ലാഹു ഖൈർ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അധികം ആളുകളും ഇപ്പോൾ റേഡിയോ വഴിയാണ് മാസം ഉറപ്പിക്കുന്നതും, അതായത് പെരുന്നാൾ നോമ്പ് പെരുന്നാൾ ഉറപ്പിക്കുന്നതൊക്കെ തന്നെ റേഡിയോ വഴിയാണ്. അപ്പോൾ ഖാദി ഉറപ്പിച്ചിട്ടുള്ള വിവരം റേഡിയോ വഴി കേൾക്കുന്നത് കൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അത് ഏത് വകുപ്പിലാ പെടുക? അമാറത്ത് ലാഹിറത്ത് എന്നുള്ളതിലാണോ പെടുക, അല്ലെങ്കിൽ മുതവാത്തിറായ ഖബർ എന്ന് പറഞ്ഞാൽ അതിലാണോ പെടുക? എന്താണ് അതിന്റെ വിധി എന്ന് അറിഞ്ഞാൽ ഉപകാരം. ചെറുപ്പസാദ് മുത്തവാത്തിറിൽ അത് പെടൂല, മുത്തവാത്തിറല്ല. പക്ഷേ ചില അമാറത്തുകളെ കൊണ്ട് വന്നുദുഹൂല്, അതുപോലെ തന്നെ സിദ്ഖിനെ ഇത്തിഖാദ് ഒരു പരിധി വരെ അതിലാപ്പെടുന്നത്. സംഗതി പറയുന്നത് ഫാസിഖാണെങ്കിലും മൗസൂഖ് ബിഹി ശർഈയായ ഹുജ്ജത്ത് അല്ലെങ്കിൽ പോലും സിദ്ഖ് ഈ പറയുന്ന മുഖ്ബിർ സാദിഖാണ് എന്ന ഇത്തിഖാദ് ഉണ്ടെങ്കിൽ നോമ്പ് നിർബന്ധമാവുമെന്ന് പറഞ്ഞല്ലോ. ആ പരിധിയിലാണ് ഇപ്പോഴത്തെ റേഡിയോ ടെലിവിഷൻ വാർത്തകളൊക്കെ. മനസ്സിലായില്ലേ? റേഡിയോ വാർത്ത, ടെലിവിഷൻ വാർത്ത ഒക്കെ നമുക്ക്
അത് സാധാരണഗതിയിൽ പിഴക്കാൻ സാധ്യതയില്ല എന്നും സത്യമാണ് എന്നുള്ള ഗലബത്ത് ഉള്ളത് കൊണ്ട് ഏത്തിഖാദ് വരുന്നു സിദ്ഖിന്. ആ ഏത്തിഖാദ് വന്നാൽ നോമ്പ് ജൂബാവും എന്നുള്ള ആ നിലയാണ്. നോമ്പ് നിർബന്ധമാണ്, ആ ഏത്തിഖാദ് കൊണ്ടാണ്. കാരണം സിദ്ഖ് വന്നുണ്ടല്ലോ നമുക്ക്, ആ നിലക്ക് തെറ്റ് പറ്റിക്കൂടായി ഒന്നുമില്ല. മുത്തവാത്തിറാവാൻ എത്രയോ ഷർത്ത് ഉണ്ടായിപ്പെട്ട ഒരു ഷർത്ത് ഒത്തിട്ടില്ല. 25 ഫർസഖിന്റെ ഒരു വിഷയം പറഞ്ഞത് അത് ഞാൻ ശരിക്കും കേട്ടില്ല സാറേ. അപ്പോൾ എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ആയിട്ട് നമ്മളങ്ങനെ അത് പിന്നെ മനസ്സിലാക്കുക? 25 ഫർസഖിന്റെ ഉള്ളിലൊന്നും ഈ ഉദിപ്പ് വ്യത്യാസപ്പെടൂല എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനികമായ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. 3 ഹാഷിമി മൈലാണ് ഒരു ഫർസഖ്. അപ്പോ ഒരുപാട് കിലോമീറ്റർ വരുമല്ലോ. പോയി ഏകദേശം 12 കിലോമീറ്ററിന്റെ അവിടെ എങ്ങനെയൊക്കെയാണെന്നാ തോന്നുന്നത്. അതിനുമാണെങ്കിൽ ഫിഖിൽ നോക്കിയാൽ കിതാബുകളിൽ ഒരു ഫർസഖിന് ഇത്ര ഹാഷിമി മൈൽ വരുമെന്ന് കാണും. അല്ലെങ്കിലും അത് അത്രത്തോളം എത്തിമാദിന് പറ്റുന്നതാണോ എന്ന് തോന്നില്ല. ഇമാം തിബ്രീസി പറഞ്ഞതാണെങ്കിൽ പോലും ഈ കിലോമീറ്റർ കണക്ക് വെച്ചിട്ട് കൂട്ടുന്നത് അത്രത്തോളം സ്വീകാര്യമല്ല. കാരണം ഉദയവും കിലോമീറ്ററും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. ഉദയാസ്തമയങ്ങൾ വ്യത്യാസം വരിക എന്ന് പറയുന്നത് ആദത്തിൽ ഗാലിബിൽ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലല്ല, ഗാലിബിൽ ഇഖ്തിലാഫ് വരാതിരിക്കുക എന്നതാണ്. അതിന് പ്രത്യേകമായ ഒരു കിലോമീറ്റർ കണക്കില്ല എന്നതാണ് ശരി. സൂര്യോദയവും ചന്ദ്രോദയവും തമ്മിൽ അപ്പൊ ഞങ്ങളൊരു സംശയം ഉണ്ടായിരുന്നു. നേരത്തെ അലുരാജ് ചോദിച്ചപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ മാസം കാണുക എന്ന് പറഞ്ഞാൽ മാസം ഉദിച്ചതായിട്ടാണ് മനസ്സിലാക്കല്. പക്ഷെ ചില വാർത്തകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിച്ചു പോകുമെന്നാണ് പറയാറുള്ളത്. ചിലർക്കൊക്കെ അങ്ങനെ എൻ്റെ ഓർമ്മ. അപ്പൊ ഈ അസ്തമിക്കുക എന്നുള്ളത് ഇപ്പോൾ അതൊരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണോ, നമ്മളെ ദൃഷ്ടിയിൽപ്പെടുക എന്നുള്ളതാണോ അല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ സംഗതി ഇപ്പൊ അത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് അസ്തമിക്കുന്ന നമ്മൾ കാണാറുള്ളത് സത്യത്തിൽ നമ്മള്. അപ്പൊ അത് ഉദിക്കുക എന്നുള്ള പ്രയോഗം അവിടെ അങ്ങനെ സാധാരണ നമ്മളെ കൂടെ ചേർത്തിട്ട് പറയുന്നതാണോ അല്ലെങ്കിൽ എന്താ അതിന്റെ സ്ഥിതി എന്നുള്ളത് അറിയാനായിരുന്നു. നല്ല ചോദ്യ. ഉദിക്കുക എന്ന് പറയുന്നതും അസ്തമിക്കുക എന്ന് പറയുന്നതും നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ചന്ദ്രൻ ഉദിച്ചോ ഇല്ലേ എന്നത് ശറയിൽ അടിസ്ഥാനമാക്കുന്നില്ല, കാണപ്പെട്ടോ ഇല്ലേ എന്നതാണ്. എന്ന് പറഞ്ഞാൽ ചക്രവാളത്തിന്റെ മുകളിൽ സൂര്യോദയത്തിന് ശേഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചക്രവാളത്തിന്റെ മുകളിൽ ചന്ദ്രൻ ഉണ്ടെങ്കിൽ ഉദിച്ചു എന്ന് പറയും. ഉദിച്ചത് കൊണ്ട് മാസം ശറയിൽ അംഗീകരിക്കൂല, കാണപ്പെട്ടെങ്കിലേ അംഗീകരിക്കുള്ളൂ. അപ്പൊ ഉദിക്കൽ വേറെയാണ്, കാണപ്പെടൽ വേറെയാണ്. ഉദിക്കുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അസ്തമിച്ചിട്ടില്ല, അതിന്റെ മുമ്പ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചപ്പോൾ ചക്രവാളത്തിന്റെ മുകളിൽ ചന്ദ്രൻ ബാക്കിയുണ്ട്, എന്നാൽ ഉദിച്ചു എന്ന് പറയാം. അത് കൃത്യമായി ഗോളശാസ്ത്രത്തിന് നിർണയിക്കാനും കഴിയും. അത് നമ്മൾ മനസ്സിലാക്കണം. ഉദയം കൃത്യമായി ഗോളശാസ്ത്രത്തിന് നിർണയിക്കാൻ കഴിഞ്ഞെന്ന് വരും. അതുകൊണ്ട് ഗോളശാസ്ത്ര നിയമപ്രകാരം മാസം കണക്കാക്കാൻ പറ്റൂല. കാരണം എന്താ? ഉദിക്കലല്ല യഥാർത്ഥത്തിൽ അടിസ്ഥാനം, കാണപ്പെടലാണ്. കാരണം ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഒരു തെവീലും ചെയ്യാൻ പറ്റാത്ത നിലക്ക് സൂമു ലിറുഇയതിഹി വഅഫ്തിറു ലിറുഇയതിഹി ഫഇൻ ഉമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30 എന്നാണ് തുറന്ന് മലയാളത്തിൽ പറഞ്ഞു. അതായത് നിങ്ങൾ കണ്ടാൽ നോൽക്കുകയും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്യണം.
കാർമേഘാവൃതമായി കാണാൻ പറ്റാതെ വന്നാൽ എണ്ണം 30 തികച്ചു കൊള്ളണം എന്ന് പറഞ്ഞതുകൊണ്ട് കാഴ്ചയാണ് ശറഈൽ അടിസ്ഥാനം, ഉദയം അല്ല. ഉദിച്ചു എന്ന് വന്നാലും ചിലപ്പോൾ കാണപ്പെട്ടു കൊള്ളണമെന്നില്ല. ഒരു മുഅ്തദിലായ കാഴ്ചക്ക് പ്രത്യേക ഉപകരണങ്ങളുടെ സഹായമില്ലാതെ മുഅ്തദിലായ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണപ്പെടണം, എങ്കിൽ മാത്രമേ നിലാവ് സ്ഥിരപ്പെടുകയുള്ളൂ. അപ്പൊ അത് പലപ്പോഴും നിലാവ് എന്തുണ്ട്, ചക്രവാളത്തിന്റെ മുകളിലുണ്ട്. പക്ഷേ സൂര്യപ്രകാശത്തിന്റെ തെളിച്ചം മാറുന്നതിന് മുമ്പ് അത് അസ്തമിച്ചു പോയി. ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല. എന്നാ മാസം ഒന്നായിട്ട് കൂട്ടൂല. അപ്പം നിലാവ് ഉദിക്കുന്ന അന്നല്ല മാസം ഒന്നാകുന്നത്, ഒന്നാമതായി കാണപ്പെടുന്ന ദിവസമാണ് എന്ന് മനസ്സിലായി. അത് ഹദീസിൽ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിച്ചതും ആണ്. അതുപോലെ ജസാക്കല്ലാഹു ഖൈറൻ. നമ്മൾ നിസ്കാരം കാര്യങ്ങൾക്കൊക്കെ തന്നെ സൂര്യന്റെ കണക്ക് നമ്മൾ പരിഗണിക്കുന്നത്. അവിടെ കണക്കൊക്കെ നമുക്ക് പറ്റും എന്നൊക്കെ പറയും, സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ ചന്ദ്രൻ കാണുന്ന, അതായത് നിലാവ് കാണുന്നിടത്ത് മാത്രം കണക്ക് നിങ്ങൾക്ക് സ്വീകാര്യമല്ല. നിസ്കാരത്തിലും മറ്റുള്ള വിഷയത്തിലൊക്കെ നിങ്ങൾ കണക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സൂര്യന്റെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിന് കണക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം കാണുന്ന വിഷയത്തിൽ അത് സ്വീകരിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു ചോദ്യം അതാണ്. പിന്നെ ഷവാദ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. നല്ല ചോദ്യാണ്. എനിക്കുണ്ട് അഭിപ്രായം. നിലാവ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സൂര്യൻ ഉദിച്ചതിന്റെ അടിസ്ഥാനത്തില്, സൂര്യ അസ്തമിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും ആണല്ലോ നിസ്കാരം. എന്നാല് ഈ സൂര്യന് എവിടെ ഉദിക്കുന്ന, എവിടെ അസ്തമിക്കുന്ന, എവിടെ മധ്യത്തിൽ നിന്ന് തെറ്റുന്ന കണക്കാ പറയാ, അതുമാണല്ലോ നിന്ദിക്കുക. മക്കത്ത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്ന സമയത്ത് ളുഹർ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ളുഹറിന് കള ഇണേന്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമുക്ക് ഇവിടെ നിസ്കരിച്ചാൻ പറ്റും. അസറും തന്നെ കള ഇണേന്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നിസ്കരിച്ചാൻ പറ്റും. മഗ്രിബ് എന്താട്ടാ, മഗ്രിബ് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇശാ നിസ്കരിച്ച് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മഗ്രിബ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ നിസ്കാരം എല്ലാ കാലത്തും എല്ലാ ആളുകൾക്കും ഒരുപോലെ 365 ദിവസവും നിർബന്ധമാവുന്ന ഇബാദത്തായത് കൊണ്ട് കൃത്യമായി നിർണയിക്കാൻ പറ്റുന്ന സൂര്യചലനവുമായിട്ടാണ് ഇസ്ലാം ശരീഅത്ത് ബന്ധപ്പെടുത്തിയത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ എന്നും നിസ്കരിക്കണം, എന്നും 5 വഖ്ത് നിസ്കാരം 17 റക്അത്ത് തന്നെ നിസ്കരിക്കണ്ടേ. ഒരു ദിവസവും 18 റക്അത്ത് നിസ്കരിക്കണ്ട. ഒരു കാലത്തും 4 വഖ്ത് നിസ്കരിച്ചാലും പോരാ. അപ്പൊ 5 വഖ്ത് നിസ്കാരം 17 റക്അത്തായിട്ട് 365 ദിവസവും വേണം. അപ്പൊ കൃത്യമായി ചലിക്കുന്ന സൂര്യനുമായി അതിനെ ബന്ധപ്പെടുത്തി. ഏതാ സമയത്ത് അങ്ങനെ നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയല്ല. 365 ദിവസം നോമ്പില്ല. നോമ്പ് ഒരു പ്രത്യേകം ഒരു മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാലിത് ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയാൽ കാലഘട്ടങ്ങൾ മാറി ചൂടുകാലത്തും വരും റമദാന്, തണുപ്പ് കാലത്തും വരും, മഴക്കാലത്തും വരും, വെയിൽ കാലത്തും വരും, പകല് കൂടുതലുള്ള സമയത്തും വരും, പകല് കുറച്ചുള്ള സമയത്തും വരും, രാത്രി തോനുള്ള സമയത്തും വരും, പകല് കുറച്ചുള്ള സമയത്തും വരും. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും നോമ്പ് നോറ്റുകൊണ്ട് ഉള്ള അനുഭവം എല്ലാ ഭൂപ്രദേശത്തുകാർക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം മാത്രമല്ലേ നോമ്പുള്ളൂ. അത് എല്ലാ കാലത്തും ആണെങ്കിൽ സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ പോരാ, ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തണം. എന്നതുപോലെ തന്നെ സക്കാത്തും അതുപോലെ തന്നെ ഹജ്ജും എല്ലാ കാലഘട്ടത്തിലും അത് വരട്ടെ എന്ന നിലക്ക്, കാരണം അത് ഒരിക്കലുള്ളൂ. അപ്പൊ അതിങ്ങനെ മാറി മാറി വരുന്ന ചന്ദ്രചലനവുമായി അതിനെ ബന്ധപ്പെടുത്തി. അതേസമയത്ത് നിസ്കാരം 365 ഉണ്ട്. എല്ലാ നാട്ടിലും 17 റക്അത്താണ് നിസ്കരിക്കേണ്ടത്, 5 വഖ്താണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ പിന്നെ അത് കൃത്യമായ സൂര്യനുമായി ബന്ധപ്പെടുത്തി. മനസ്സിലായോ? നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയത് ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയതിന്റെ പിന്നിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ പ്രദേശത്തുകാർക്കും എല്ലാ സാഹചര്യത്തിലും ആചരിച്ചു കൊണ്ടുള്ള അനുഭവവും അനുഭൂതിയും എത്താൻ വേണ്ടിയിട്ട്. നിസ്കാരം എന്നുള്ളതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. എല്ലാ കാലക്കാർക്കും എല്ലാ നാട്ടുകാർക്കും എല്ലാ സാഹചര്യത്തിലും എല്ലാ കാലാവസ്ഥയിലും ഒരു കണക്കാണ്.
മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കല്ല. ആളുകൾ ഇങ്ങനെ പലരും ഇഷ്കാല് പറയണ്ട, അപ്പൊ അത് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചോദിക്കുകയാണായിരിക്കും. ഇനി ഞാൻ പറഞ്ഞോടത്ത് പോലെ പോരായ്മയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി കൊടുക്കും വേണം. അസ്സലാമലൈക്കും. എന്നോട് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ ഏകദേശം ഒരു 30-35 വർഷത്തിനൊക്കെ മുമ്പ് നമ്മൾ ഈ കോഴിക്കോട് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തോ തെക്കൻ കേരളത്തിലോ അത് സ്വീകരിക്കില്ലായിരുന്നു. ഇവിടെ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് അത് മാസപ്പിറവി കാണുകയും ഇവിടുത്തെ പണ്ഡിതന്മാർ അത് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് അത് നമ്മളെ ചെറുപ്പത്തിലൊക്കെ അത് നമ്മൾ നോമ്പും പെരുന്നാളും എടുത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഏകദേശം ഒരു 10 വർഷത്തിന് ഇപ്പുറം കോഴിക്കോട് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ, എറണാകുളം ജില്ലകളിലൊക്കെ അത് നോമ്പും പെരുന്നാളും അത് അവർ അംഗീകരിക്കുകയും കോഴിക്കോട്ടെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നോമ്പും പെരുന്നാളും എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പഴയ കാലത്ത് അത് എന്തുകൊണ്ട് എന്ന് ഞാൻ അങ്ങനെ പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഉസ്താദൊന്ന് വിശദീകരിച്ച് തന്നാൽ ഉപകാരമായിരുന്നു. വല്ല അഭിപ്രായവും ഈ വിഷയത്തിൽ എന്തെങ്കിലും നമുക്ക് അത് സ്വീകരിക്കാനായിട്ട് ഉണ്ടാകുമോ? അതേ വല്ല മദ്ഹബിലും അങ്ങനെ വല്ല അഭിപ്രായങ്ങളും ഉണ്ടോ എന്ന് ഉസ്താദിന് അറിയുമെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞതുപോലെ തെക്ക് വടക്കിന്റെ അകലം ഉദയം വ്യത്യാസപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ്. കിഴക്ക് പടിഞ്ഞാറിന്റെ അകലം നേരെ മറിച്ചുമാണ്. അപ്പൊ അതുകൊണ്ട് ആയിരിക്കാം പഴയ കാലത്ത് സൂക്ഷ്മതയുള്ള ഉലമാക്കള് വടക്ക് ഭാഗത്ത് നിലാവ് കണ്ടു എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ തെക്കൻ ഭാഗങ്ങളിൽ കണ്ടെങ്കിലല്ലാതെ അംഗീകരിക്കാൻ പാടില്ല എന്ന സൂക്ഷ്മതയുടെ ഭാഗമായിരുന്നു അവരെടുത്തിരുന്നത്. എന്നാൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെ അധിക സമയത്തും തിരുവനന്തപുരവും കോഴിക്കോടുമായിട്ടുള്ള ഉദയം വലിയ വ്യത്യാസം വരാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോ ഏതായാലും ഒരു ഹുജ്ജത്തായിട്ട് കോഴിക്കോട് കണ്ടു എന്നത് ഹുജ്ജത്തായിട്ട് തിരുവനന്തപുരത്തുകാരൊക്കെ എടുക്കുന്നത് ശരിയല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഉദയം തെക്ക് വടക്കിന്റെ അകലത്തിൽ മൈലാണല്ലോ, അതിന് പറയാ അങ്ങനെ മൈലിന്റെ അടിസ്ഥാനത്തിൽ ഉദയം മാറ്റം വരാൻ വളരെ സാധ്യത കൂടുതലുണ്ട്. അപ്പൊ സൂക്ഷ്മത തെക്കൻ ഭാഗങ്ങളിൽ കണ്ടു എന്ന് സ്ഥിരപ്പെട്ടാൽ മാത്രം ആ ഭാഗത്ത് പെരുന്നാളും നോമ്പും അംഗീകരിക്കുക, അല്ലാതിരുന്നാൽ അംഗീകരിക്കാതിരിക്കുക എന്നതാണ്. പിന്നെ ഇപ്പൊ ഒക്കെ പത്രക്കാര് അതുപോലത്തെ ഒരു വാർത്താ മാധ്യമങ്ങളും വിട്ട് പ്രശ്നമാക്കുന്നത് കൊണ്ട് കുറെയൊക്കെ ആളുകൾ കണ്ണിമ്പിയിട്ട് സൂക്ഷ്മതന്റെ ഭാഗം വിട്ടിട്ട് നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന ഒരു തത്വം സ്വീകരിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റൊന്നും തോന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഈ ഭാര്യയും ഭർത്താവും തെറ്റി നിൽക്കുന്ന സമയത്ത് ഈ ഉപ്പാടെ സമ്മതമില്ലാതെ ഈ മകളെ കെട്ടിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണത് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്? എന്താണ് എൻ്റെ ദീനപരമായ മസാല? ഉസ്താദ് വ്യക്തമായ മറുപടി തരാൻ ഉപദേശിക്കുന്നു. അസ്സലാമു അലൈക്കും. ചോദ്യം വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. എന്താണ് സാഹചര്യം അത് മനസ്സിലായില്ല. വാപ്പയും മകളും സ്നേഹബന്ധത്തിലല്ല, അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ പിണങ്ങി നിൽക്കുന്ന വാപ്പ മകളെ കല്യാണം കഴിക്കുന്നതിനെ സംബന്ധിച്ചാണോ എന്താണെന്നുള്ള ചോദ്യം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മറുപടി പറയാൻ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഈ സാഹചര്യത്തിൽ ആ വാപ്പാടെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് നിക്കാഹ് ചെയ്യേണ്ടത്? എന്താണ് എൻ്റെ യഥാർത്ഥമായ വിധി എന്നാണ്.
ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുന്നു എന്നതുകൊണ്ട് തൻ്റെ മകൾ തൻ്റെ മകളല്ലാതായിരിക്കില്ല. മകളോട് ശത്രുത ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ ഒരു പ്രശ്നം വേറെയുണ്ട്. അല്ലാത്തയിടത്തോളം വിവാഹം നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള പിതാവിന്റെ അധികാരത്തിന് യാതൊരു തകരാറും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കം കൊണ്ട് വരുന്നില്ല. അതേസമയത്ത് ഈ മകളുമായിട്ട് പിതാവിന് ശത്രുതയുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ കുഫുവത്ത ഒരു ഭർത്താവിനെ പിതാവ് നിർദ്ദേശിക്കുന്നു. അതേ രീതിയിൽ കുഫുവത്ത ഒരു ഭർത്താവിനെ മറ്റൊരു ഭർത്താവിനെ മകളും നിർദ്ദേശിക്കുന്നു. ഇവർ തമ്മിൽ ശത്രുതയുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ ഈ പിതാവ് നിർദ്ദേശിക്കുന്ന ഭർത്താവിനെ അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. വാപ്പ സമ്മതിക്കുന്നില്ലെങ്കിൽ അനുയോജ്യനായ ഭർത്താവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി കാതിക്കിടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പക്ഷേ മകളും പിതാവും തമ്മിൽ ശത്രുതയുണ്ട് എന്ന് സ്ഥിരപ്പെടണം. അതില്ലാത്തയിടത്തോളം ഭർത്താവ് ഈ പിതാവ് കുട്ടിക്ക് അനുയോജ്യനായ കുഫുവത്ത് ഒരു ഭർത്താവിനെ നിർദ്ദേശിക്കുമ്പോൾ ഈ മകൾ മറ്റൊരുത്തനെ നിർദ്ദേശിച്ചാൽ വാപ്പ നിർദ്ദേശിച്ച ഈ കുഫുവത്ത ഭർത്താവിനോട് കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരം വാപ്പാക്കുണ്ട്. ആദ്യ വിവാഹമാണെങ്കിൽ സമ്മതം വാങ്ങൽ സുന്നത്തേ ഉള്ളൂ. സമ്മതമില്ലാതെ വിവാഹം ചെയ്താലും കുഫുവത്ത ആളാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല. അതേസമയത്ത് രണ്ടാം വിവാഹമാണെങ്കിൽ പെണ്ണിന്റെ സമ്മതപ്രകാരം മാത്രമേ പിതാവിന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതിപ്പോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കൂതുമായിട്ട് ബന്ധമൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് ഭാര്യനെ തലാഖ് ഇല്ലാലും വേണ്ടിയില്ല, അല്ലാതിരുന്നാലും വേണ്ടിയില്ല. ഈ മകളും വാപ്പയും തമ്മിൽ ശത്രുതയുണ്ടോ ഇല്ലേ എന്നത് മാത്രമേ ചെറിയൊരു പ്രശ്നം വരുന്നുള്ളൂ. ആ സുഹൃത്തിന് രണ്ട് മൈക്ക് വേണമെങ്കിൽ ഇപ്പൊ എടുത്തോളൂ. നിങ്ങൾ മൈക്ക് എടുത്ത് പിന്നെ വിട്ടത് കൊണ്ടാണ് എടുത്തത്. അതാ പിന്നെ നേരത്തെ പറഞ്ഞ ഈ മാസം കാണുന്ന വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംശയങ്ങളുള്ള ഒരു മേഖലയാണ്. നാട്ടിലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചന്ദ്രന്റെ ഉദയത്തെ കുറിച്ച് അല്ലെങ്കിൽ ചന്ദ്രന്റെ അസ്തമയത്തെ കുറിച്ചുകൊണ്ട് ഇത്ര സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇത്ര മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുമെന്നോ അല്ലെങ്കിൽ പിന്നെ ഇത്ര അസ്തമിച്ചിട്ട് ഇത്ര മിനിറ്റ് കഴിഞ്ഞാലാണ് ചന്ദ്രൻ അസ്തമിക്കുക എന്നൊക്കെ ശാസ്ത്രം പറഞ്ഞാൽ നമുക്ക് ആ ഗോളശാസ്ത്ര പ്രകാരം പരിഗണിക്കുന്നതിന് വിരോധമുണ്ടോ? മാസം കാണുന്നതിനല്ല, ഈ ചന്ദ്രന്റെ പിന്നെ ഉദിപ്പും അസ്തമാനവും സംബന്ധിച്ചുകൊണ്ട് ഉള്ള പിന്നെ ഗോളശാസ്ത്ര പ്രകാരമുള്ള കണക്ക് നമുക്ക് ആസ്വദിക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ? കാണാൻ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ ഉറപ്പിക്കുന്നത്. പക്ഷെ കാണും ഇത്ര സമയത്തിന് മുന്നേ അസ്തമിക്കും അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച ശേഷമാണ് ഉണ്ടാവുക എന്നുള്ള ആ കണക്കൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. കണക്ക് കൊണ്ട് വന്നേ കിട്ടുള്ളൂ. കണക്ക് കൊണ്ട് ഇത്ര മുമ്പ് അസ്തമിക്കും, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇത്ര മിനിറ്റ് മുമ്പ് അസ്തമിക്കും, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഇത്ര മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ അസ്തമിക്കൂ എന്നൊക്കെ കണക്ക് പറയുന്നത് കൊണ്ട് കേവലം വന്ന് എന്നല്ലാതെ യഖീൻ അതുകൊണ്ട് കിട്ടുകയില്ല. ഇനി കണക്കിന്റെ അഹിലുകാരായ ആളുകൾ ഇത്തിഫാഖ് ഇജ്മാ ആയിട്ട് ഇന്ന് നിലാവ് കാണാൻ സാധ്യതയില്ല എന്ന് പറയുകയും വിശ്വസ്തനായ ഒരാളെങ്കിലും അന്ന് നിലാവ് കണ്ടതായി സാക്ഷി നിൽക്കുകയും ചെയ്താൽ ഈ കണക്കിന്റെ അഹിലുകാരുടെ ഇജ്മാഇ തള്ളേണ്ടതും കണ്ട് എന്ന് പറയുന്ന സാക്ഷി അനുസരിച്ച് വിധി പറയേണ്ടതും ആണ് എന്ന് ഫുഖഹാ വളരെ വ്യക്തമായി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഖൗലാണ് ഇവർ സാധാരണ പറയാ. സുബ്കി ഇമാമിനെ പറ്റി ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ആളല്ല. ഇമാം ഗസാലി തന്നെ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ആളല്ല എന്നതാണ് പ്രബലമായ അഭിപ്രായമെങ്കിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയും ശേഷം വന്ന ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു ഷാഫി മദ്ഹബിലെ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ആളല്ല എന്ന് ഉറപ്പ്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം, അതായത് കണക്ക് കൊണ്ട് ഉറപ്പായിട്ട് നിലാവ് കാണാൻ സാധ്യതയില്ല എന്ന് തീർത്ത് പറഞ്ഞ്
അന്ന് നിലാവ് കണ്ടാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞത് ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിനെ സംബന്ധിച്ച് ലാശയാണ്. അതൊരു പരിഗണനാർഹമായ അഭിപ്രായമേ അല്ല. അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ആളല്ല എന്ന് മാത്രമല്ല, അസ്ഹാബ് തെർജീഹിലും കൂടി പെടാത്ത ആളാണ് ഇമാം സുബ്കി റഹ്മഹുല്ലാ. ഈ ഇമാം സുബ്കി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കണക്ക് കൊണ്ട് കാണില്ലെന്ന് ഉറപ്പ് യഖീനുണ്ട്. അവർ ഇജ്മാ കൊണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടാൽ അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് മർദൂദും വഈഫുമായ വജ്ഹാണ്. അത് ഷാഫി മദ്ഹബിൽ പരിഗണിക്കപ്പെടുകയില്ല. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു സാധ്യത പറഞ്ഞു, ഈ കണക്കിന്റെ ആമുഖങ്ങളൊക്കെ 100% കുറ്റമറ്റതാണ് എന്നും അതനുസരിച്ചുള്ള അനുമാനം 100% കുറ്റമറ്റതാണെന്നും സ്ഥിരപ്പെടുകയും ആ സ്ഥിരപ്പെട്ടതനുസരിച്ച് കണക്കിന്റെ അഹ്ലുകാരി ഇജ്മാ ആയിട്ട് കാണാൻ സാധ്യതയില്ലെന്ന് പറയുകയും ചെയ്താൽ ഓക്കെയാണ്. അതിന് കണക്കിന്റെ മുഴുവൻ ഈ ഗോളശാസ്ത്രത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട കണക്ക് അനുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. യഖീനിയല്ല, കേവലം ലന്നോ വഹുമോ ആണ് അതിനെ അടിസ്ഥാനമാക്കുന്നത്. അതിന്റെ മുഖദ്ദിമാത്തുകളിലും ലന്നയാണ് അധികവും ഉള്ളത്. അപ്പൊ 2 ലന്ന് ഏച്ചുകൂട്ടി ഉണ്ടാക്കുന്ന മറ്റൊരു ലന്നാണ് അവരുടെ ഇത്തിഫാഖിയോ ഇജ്മാഇയോ ആയ ഖൗല്. അപ്പൊ 2 ലന്നിൽ നിന്ന് ഉടലെടുത്ത മൂന്നാമത്തെ ഒരു ലന്ന് കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്ന വ്യക്തമായ ഹദീസിന്റെ പ്രഖ്യാപനത്തെ മറികടക്കാൻ ഒരു നിലക്കും സാധ്യതയുള്ള മണിക്ഫാന് അതിന്റെ കഥ പറഞ്ഞാല് ചെറുപ്പുസ്തകെ മണിക്ഫാൻ കാക്കാന്റെ കഥ പറഞ്ഞാല് അത് കുറെ പറയാണ്ട്. ഇപ്പൊ ഇതിന് സമയമില്ലാത്ത സമയമായതുകൊണ്ട് ഞാനിപ്പോ പറയണില്ല. ഇവിടെ മലപ്പുറത്ത് ഇയാൾ ഒരു സമ്മേളനം വിളിച്ചിരുന്നു. ഇതേ കേസ് അയാൾ ഇങ്ങനെ പറന്ന് കിടക്കലാ കൊല്ലത്തിന്. അങ്ങനെ മലപ്പുറത്ത് എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒരു സമ്മേളനം വിളിച്ചു. ഇതന്നെ അയാൾ ഉദ്ദേശം. ഏത് മാസം പെരുന്നാളും നോൽമ്പൊക്കെ ഒന്ന് ഏകീകരിക്കണം, കണക്കനുസരിച്ച് ചൊഗ്ഗാക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട്. അങ്ങനെ എല്ലാ സംഘടനയുടെയും പ്രതിനിധികൾ പോയി. നമ്മളെ AP വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, മഹാനവറുകളായിരുന്നു പങ്കെടുത്തിരുന്നത്. മുജാഹിദീങ്ങള് മടവൂർ വിഭാഗവും ഉണ്ട്, ഔദ്യോഗിക വിഭാഗവും ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഭണ്ഡാരങ്ങളും ഉണ്ട്. ഇയാള് വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫി ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് അയാളുടെ വാദമുഖങ്ങളെ മുഴുവനും ഖണ്ഡിച്ച് തകർത്ത് തരിപ്പണമാക്കി. ഹലോ ഉസ്താദ്, മൈക്ക് പോയിട്ടുണ്ടല്ലോ. ഉസ്താദ് സംസാരിക്കുന്നുണ്ടാവും പക്ഷെ അത് മൈക്ക് പോയിട്ടുണ്ട്. മൈക്ക് വിട്ടതാണോ അല്ലെങ്കിൽ DC ആയതാണെന്ന് പറയാൻ പറ്റില്ല. അത് കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ മൈക്കിലല്ലേ? അല്ല, എനിക്കാണോ പ്രശ്നം? ഞാൻ മൈക്കിലില്ലേ? ഉണ്ടല്ലേ. ഞാൻ കണ്ടിട്ട് ഉസ്താദിന്റെ DC ആണെന്നാ തോന്നുന്നത്. കേൾക്കുന്നുണ്ടോന്നാവോ? എത്തിയില്ലല്ലോ. ആരെങ്കിലും ഒന്ന് PM ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, ഉസ്താദ് റൂമൊന്ന് പോയിട്ടില്ല, ഓൺലൈനിലുണ്ട്, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് PM ചെയ്തിട്ട് ഉസ്താദിനോടൊന്ന് വിവരം പറയാം. അറിഞ്ഞോണമെന്നില്ല, സംസാരിക്കുന്നുണ്ടാവും അവിടെ. നമ്മൾ അറിയാൻ താല്പര്യമുള്ള വിഷയമാണ് മണിക്ഫാൻ. ലോകത്ത് മുഴുവനും ഒരേ ദിവസം എല്ലാവർക്കും ഒരേ ദിവസം തന്നെ നോമ്പും പെരുന്നാളൊക്കെ ഉറപ്പിക്കുക എന്നുള്ള അശാസ്ത്രീയമായ
നടക്കാത്ത ഒരു സ്വപ്നം ഇങ്ങനെ കുറെ കാലം നടന്ന ഒരാളാണ്. അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എനിക്കറിയില്ല, മരിച്ചു പോയെന്നറിയില്ല. അയാള് മരിച്ചോ? മലിക് ഖാൻ, നമ്മുടെ ഒരു ദ്വീപുകാരൻ, ഏതൊരു ദ്വീപുകാരനാണ് അയാള്. ഏതായിരുന്നാലും അസംബന്ധമാണ് എന്നുള്ളത് ഏതൊരു കുട്ടിക്കും അറിയാലോ, നടക്കുന്ന കാര്യമില്ല എന്നുള്ളത്. നമ്മുടെ ഈ ഗൾഫും നമ്മുടെ നാടുമായിട്ടും തന്നെ 2.5 കിലോമീറ്റർ വ്യത്യാസം. ഇവിടുത്തെ മഗ്രിബ് അതുപോലെ തന്നെ നാട്ടിലെ മഗ്രിബ്, ഇവിടെ അസ്റാൻ കൊടുക്കുമ്പോൾ നാട്ടില് മഗ്രിബാൻ കൊടുക്കും, പിന്നെ ഷവാൻ കൊടുക്കും. ഇങ്ങനെയുള്ള എല്ലാ ഓരോ നാടുകളിലും എന്ന് പറഞ്ഞാല് ഭൂലോകം മുഴുവൻ ഒരു ചെറിയ ഗ്രാമമായി മാറിയ കാലഘട്ടമാണ്. എല്ലായിടത്തും ജനങ്ങൾ താമസിക്കുന്നു. വ്യത്യസ്തമായ രീതിയിലുള്ള നോമ്പും പെരുന്നാളൊക്കെയാണ്. എല്ലാം കൂടി ഒരേ സമയത്താക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. ഓൺലൈൻ എത്തിയിട്ടുണ്ട്. ഉസ്താദ് ഒന്ന് മുകളിലേക്ക് വന്നത്. നേരത്തെ സൈൻ സക്കാഫി ചുള്ളിക്കാടിന്റെ മറുപടി ഇങ്ങോട്ട് അവിടേക്ക് എത്തിയില്ല. ചുള്ളിക്കോട് ഉസ്താദ് മറുപടി പറഞ്ഞു എന്നുള്ളതേ കിട്ടുള്ളൂ, പിന്നെ അപ്പുറം കിട്ടിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് നെറ്റ് പോയതാ ഉസ്താദ്, നെറ്റ് പോയി. അപ്പൊ പിന്നെ വൈറൽസ് പോയി എന്ന് പറയാന് നിവൃത്തിയില്ല. നെറ്റ് പോയപ്പോ പിന്നെ നിവൃത്തിയില്ലാതായത്. ഞാൻ അവിടെ നോട്ടെ. ചുള്ളിക്കോട് ഉസ്താദിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ പരുങ്ങിയ മണിക് ഖാൻ അദ്ദേഹം പരാജയം സമ്മതിക്കുകയും ഇനി വേറെ തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരി എന്ന് പറഞ്ഞിട്ട് അയാള് സമ്മേളനത്തിൽ ഇടക്ക് വെച്ച് നിർത്തിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ തെളിവുള്ള ആലിമി ഇങ്ങോട്ട് മുന്നിൽ പറയാൻ അയാള് എന്നല്ല, ഈ വിദേഹത്തിന്റെ അഹിലുകാരും യോഗ്യരല്ല. കണക്കിന് അവലംബിക്കുന്ന ആമുഖങ്ങളും ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരുപാട് ലന്നുകളുടെ അടിസ്ഥാനത്തിൽ സ്വരൂപിക്കപ്പെടുന്നതാണ് എന്നതുകൊണ്ട് അത് യഖീൻ എന്നത് അസാധ്യമാണ് എന്നതുകൊണ്ടും, ഇനി കണക്ക് ശരിയാണെന്ന് വന്നാൽ തന്നെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂമൂലി റുഹിയത്തിഹി വഫ്തിറൂലി റുഹിയത്തിഹി, നിലാവ് കണ്ടടിസ്ഥാനത്തിൽ നോൽക്കുകയും നിലാവ് കണ്ടടിസ്ഥാനത്തിൽ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞത് കൊണ്ട് തന്നെ നിലാവ് ഉദിച്ചോ ഉദിച്ചില്ലേ എന്നത് ശറയിൽ പ്രസക്തമേ അല്ല, കാണപ്പെട്ടോ ഇല്ലേ എന്നതാവുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് നേരത്തെ ചോദിച്ചത്, അതിൻ്റെ ഇടയിൽ വേറെ ചോദ്യം കയറിയപ്പോഴാണ് ഞാൻ മാറുന്നത്. നേരത്തെ ചോദിച്ചത് ഞാൻ ഈ ഭാര്യയും ഭർത്താവും തെറ്റി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ വാപ്പയാണെങ്കിൽ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും കാളിനെ സമീപിച്ച് കാളി ഇടപെടേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു. ഈ കാളിയും സമ്മതിക്കുന്നില്ല, അതായത് ഈ വാപ്പാനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാളിയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ കാളിയും ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ വേറെന്താണ് ഉസ്താദ് അതിന് മാർഗമുള്ളത്? വ്യക്തമായ മറുപടി തരും ഉപദേശിക്കുന്നു. അസ്സലാമു അലൈക്കും. കാളി, ആ മഹല്ലത്തിലെ കാളി സമ്മതിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹത്തോട് അന്വേഷിക്കണം. അതല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഇവരുടെ കുടുംബസ്ഥിതിക്ക് കുഫുവത്തോ ഒരു ഭർത്താവ് അതുകൂടി നോക്കണം. ഓക്ക് ഇഷ്ടമുള്ള എന്ന് അറിഞ്ഞാൽ പറ്റൂല. ഈ കുടുംബസ്ഥിതി അനുസരിച്ച് കുഫുവത്ത് ഒരു ഭർത്താവിനെ കണ്ടെത്തി ഒരു കാളിയെ, ഈ മഹല്ലത്തിലേക്കുള്ളതില്ല, പെണ്ണ് ആ സമയത്ത് ഏത് മഹല്ലത്തിലാണുള്ളത് ആ മഹല്ലത്തിലെ കാളിയെ സമീപിച്ച് ആ കാളിയോട് ഈ കുഫുവത്ത ഭർത്താവിനോട് തന്നെ നിക്കാഹ് ചെയ്തു തരണം എന്ന് ആവശ്യപ്പെട്ടാൽ 2 സാക്ഷി മുഖേന നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഏത് മഹല്ലിലെ കാളിക്കും അധികാരമുണ്ട്. പക്ഷേ ഈ നിക്കാഹ് നടക്കുന്ന സമയത്ത് ആ കാളിയുടെ അധികാര പരിധിയിൽ ഈ പെൺകുട്ടി ഉണ്ടായിരിക്കണം എന്നത് മാത്രമേ ഷർത്തുള്ളൂ. കാളിയൊക്കെയാണ് രക്ഷിതാവ് ശർഈയായ കാരണങ്ങളില്ലാതെ കുട്ടിയെ ഭാര്യയുമായിട്ടുള്ള അലോക്യത്തിന്റെ പേരിൽ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് വിസമ്മതം പ്രകടിപ്പിച്ചാൽ
കുടുംബപരമായി കുഫു വെക്കുന്ന ഒരു ഭർത്താവിനെ കണ്ടെത്തി ആ ഭർത്താവിനോട് തന്നെ നിക്കാഹ് ചെയ്തു തരണം എന്ന് ആവശ്യപ്പെട്ടാൽ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഖാദിക്കുണ്ട്. അത് ഇവരുടെ നാട്ടിലെ ഖാദി ആയിക്കൊള്ളുന്നില്ല, വേറൊരു നാട്ടിൽ പോയിട്ട് ഈ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ആ ഖാദിയുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് കുട്ടി ഉണ്ടായിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഗൾഫ് നാടുകളിൽ ചില സ്ഥലങ്ങളിൽ മഴയുണ്ടാവുമ്പോ മഗ്‌രിബിന്റെ സമയത്ത് തന്നെ മഗ്‌രിബും ഇശാവും നിസ്കരിച്ച് അഥവാ ഇശാനെ മുന്തിച്ച് ജമാക്കി നിസ്കരിച്ച് പള്ളി പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ആ ജമാഅത്തിൽ പങ്കെടുക്കണോ, അതല്ല ഞാൻ വേറെ ഒറ്റക്ക് നിസ്കരിക്കുകയാണോ വേണ്ടത്? ഷാഫി മദ്ഹബ് അനുസരിച്ച് മഴ ഉണ്ടാവുന്ന സമയത്ത് മുന്തിച്ച് ജമാക്കാം എന്നുണ്ടല്ലോ, അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ വായിക്കോട്ടെ. ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് മഴയ്ക്ക് വേണ്ടിയുള്ള ജമ്മ് ഇല്ല. എന്നാൽ ഷാഫി മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ സാധാരണ പതിവായി ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ മഗ്‌രിബിന്റെ സമയത്ത് മഴയുണ്ടെങ്കിൽ മഗ്‌രിബ് നിസ്കരിക്കുകയും അത് അവസാനിച്ച് ഇശാ നിസ്കാരത്തിന് തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് മഴ ഉണ്ടെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ ജമാഅത്ത് നിസ്കരിക്കാം എന്നൊരഭിപ്രായമുണ്ട്. അങ്ങനെ സ്ഥിരമായി പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണ്, മഴയോടുകൂടി പോക്കുവരവിന് പ്രയാസമുള്ള സാഹചര്യമാണ് എങ്കിൽ ഷാഫി മദ്ഹബിലെ തന്നെ ഈ ഖൗല് എടുത്തുകൊണ്ട് മഗ്‌രിബിന്റെ കൂടെ ജമ്മാക്കി ഇശാഇനെ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുന്നതിന് തെറ്റില്ല. അവസാന ഭാഗം ലേശം കട്ടുണ്ടായിരുന്നു ഉസ്താദിന്റെ സംസാരം. എല്ലാവർക്കും ഉണ്ടായിരുന്നോന്ന് അറിയില്ല. അത് അവസാനിപ്പിച്ചു എന്ന് കരുതട്ടെ. പിന്നെ ഉസ്താദ്, വേറൊരു വിഷയത്തിൽപ്പെട്ട ഒരു ചോദ്യമല്ല. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടോ? എല്ലാരും ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ഒരാളുടെ ചോദ്യമാണ്, ഗൾഫിലുള്ള ഒരാളുടെ ചോദ്യമാണ്. ഇവിടെ ഇപ്പോൾ കൊയലായിട്ട് പണം അയക്കുന്നുണ്ട്. അതിന് ഈ 123 എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. 3 മാസം കൊണ്ട് അടച്ചു കൊടുക്കാന്നുള്ളത്. അപ്പോൾ 1000 റുപ്യക്ക് സൗദി റിയാൽ ഒരു 62 റിയാലാണ് ഉണ്ടെങ്കിൽ ആൾ 30,000 രൂപയാണ് അയക്കുന്നത് എങ്കിൽ അത് 68 റിയാൽ വീതം അയാളോട് ഒരു 70 റിയാൽ വീതം 1000-ന് കൂട്ടിയിട്ട് അങ്ങനെ 30,000 രൂപ ഇയാളുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ 3 മാസം കൊണ്ടാണ് ഗഡുക്കളായിട്ട് 3 മാസം കൊണ്ടാണ് ഈ 30,000-ന്റെ കാശ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മുൻകൂട്ടി വാങ്ങുന്ന 62 റേറ്റിലോടുത്ത് 70 വാങ്ങുന്ന ഈ വാങ്ങൽ പലിശയിൽ പെടുവോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ സഹോദരൻ ചോദിച്ചിരുന്നു. സ്ഥാനം ചോദിച്ച് പറയാന്ന് പറഞ്ഞതാണ്. ഗവൺമെന്റ് ആയിട്ടുള്ള വകുപ്പിലാണോ പെടുക, അല്ലെങ്കിൽ പലിശന്റെ വകുപ്പിൽ പെടുവോ എന്നുള്ളത് അറിയാനായിരുന്നു. അത് പബ്ലിക്കിൽ പറയാൻ പറ്റുന്ന മസലയല്ല. നിയമപരമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രത്യേകിച്ചും വേൾഡിൽ കേൾക്കുന്നതും റെക്കോർഡ് ചെയ്യപ്പെടുന്നതും ആയതുകൊണ്ട് ചില പ്രയാസങ്ങൾ ആ വിഷയത്തിലുള്ളത് കൊണ്ട് അടുത്തുള്ള ഉസ്താദന്മാരോട് ചോദിച്ച് നേർക്ക് നേരെ വായ്പാടെ പറയിക്കല്ലാതെ ഇതിൽ അത് പറയാൻ നിവൃത്തിയില്ല എന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് കഴിഞ്ഞൊരു മാസത്തെ 85,325 സ്വലാത്താണ് നാരിയത്തു സ്വലാത്തുള്ളത്. എന്നും നമ്മൾ ചെല്ലുന്ന നാരിയത്തു സ്വലാത്ത് അതാത് ദിവസങ്ങളിൽ ദുആ ചെയ്യാറുണ്ട് എങ്കിലും പ്രത്യേകിച്ച് മാസം തികയുമ്പോൾ കൂട്ടി ഒന്ന് ദുആ ചെയ്യാറുണ്ട്. ആ നിലക്ക് 85,325 സ്വലാത്താണ് ഈ മാസത്തിൽ
ഉള്ളത്. ദ്വാരക്ക ചെറുതായിട്ടൊന്ന് ദ്വാ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് ചൊല്ലിയ മുഴുവൻ ആളുകളുടെയും സ്വലാത്ത് അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതിൻ്റെ അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും അതിനോട് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകം പല ഉദ്ദേശങ്ങളും കരുതിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിയവരുണ്ട്. അവരുടെയൊക്കെ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല് അസ്ഹാബിന്റെയും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ വിവരം കുറഞ്ഞവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. നാഫിയായ ഇൽമ് തന്നുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ, നാഫിയായ ഇൽമ് പഠിച്ച് അത് അമൽ ചെയ്ത് നിന്റെ പൊരുത്തം നേടാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് ആളുകൾ പല നിലക്കുള്ള പലരും മൊത്തമായി തന്നെ 4444 പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ചൊല്ലിയവരുണ്ട്. അവർക്കൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല് അസ്ഹാബിന്റെയും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സ്വലാത്തുൽ നാരിയത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല അവരുടെയൊക്കെ ഖൈറായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുകയും എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളെ ബന്ധപ്പെട്ട ഒരു കുട്ടിയുണ്ട്. ഒരിക്കൽ ഗർഭത്തിന്റെ തുടക്കമുണ്ടായി, ആദ്യത്തിൽ തന്നെ അത് അബോർഷനായി, പിന്നീട് രണ്ടാമത് ഇപ്പോഴും ഉണ്ട്, ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അവരോട് സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. രാവിലെ സുബഹിക്ക് ശേഷം 44 വട്ടവും ബാക്കി 4 വക്തുകളിൽ 11 വട്ടം വീതം 44 വട്ടവും അങ്ങനെ ദിവസം 88 സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് ഇത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ നല്ല നിലക്ക് ആ ഗർഭം പൂർത്തിയായി വളർന്ന് നല്ല നിലക്കൊരു സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് തരത്തിൽ തടസ്സമാണെങ്കിലും ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും പ്രത്യേകിച്ച് തൻഹല്ലു ബിഹിൽ ഉഖദു എല്ലാ കെട്ടിക്കുടിക്കുകളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അഴിഞ്ഞു പോകുമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടത്തെ കാരണത്താൽ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറപ്പെടുമെന്നും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറപ്പെടുമെന്നും പറയുന്ന ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രയാസമില്ലാതെ റാഹത്തായ നിരക്ക് സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാർക്കൊക്കെ അല്ലാഹു തആല സുഖപ്രസവം നൽകുമാറാകട്ടെ. റഹ്മാൻ റബ്ബേ, സന്താനങ്ങളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരുടെ പഠനത്തിലും പരീക്ഷയിലും തൊഴിലിലും ഒക്കെ ബറക്കത്തും റാഹത്തും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെയും അവരെയും നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊടുത്ത് ഞങ്ങളെ മക്കളെ നീ വളർത്തണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ അണകളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ തമ്പുരാനെ, പല തരത്തിലുള്ള രോഗങ്ങളിലും വിഷമങ്ങളിലും പ്രയാസപ്പെടുന്നവരുണ്ട്. ഹബീബിന്റെ ഹക്ക് കൊണ്ട് അവിടുത്തെ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് എൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും എല്ലാം നീ ഖൈറിലും ആഫിയത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ റഹ്മാനെ. മാറാവ്യാധി രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലല്ലാ. ബന്ധപ്പെട്ട രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങൾ എന്നിട്ട് മരണപ്പെട്ടു പോയവരുടെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങളൊക്കെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, റോട്ടിൽ പടഞ്ഞ് മരിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരില്ല റബ്ബേ. മരിച്ചതിന് ശേഷം കീറി മുറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കില്ല റഹ്മാനെ. പഠിച്ചവനെ, മരണം വരെ ആഫിയത്ത് നിലനിർത്തി തരണേ തമ്പുരാനെ. പഠിച്ചവനെ, ജീവിക്കാനും കുടുംബം പോറ്റാനും ഹലാലായ ഐശ്വര്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ആരാന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ മരണം വരെ ഞങ്ങൾക്ക് ആർക്കും നീ തരാതെ നീ കാക്കണേ റഹ്മാനെ. മരണം ഖൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റബ്ബേ, കടപാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് തൗബ സ്വീകരിക്കപ്പെട്ട നിലക്ക് നല്ല
ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ റഹ്മാനെ. പരലോകത്തിലുള്ള എല്ലാ കടമ്പകളും നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. മഹ്ശറാവൻ സബീൽ ചുട്ടുകൊള്ളുന്ന സമയത്ത് നിന്റെ അർശിന്റെ തണലേഖപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തണഞ്ഞ് ആ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഔദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ഷഫായത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ തഖീലണേ റഹ്മാനെ. പ്രയാസമേറിയ സ്വലാത്ത് പാലം പിന്നിൽ വേഗം വിട്ടുകടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തിൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളോട് കൂടി ഒരുമിച്ചുകൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പാപ്പന്മാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു തന്നവർ, ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ഏറ്റെടുത്തവർ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ആഫിയത്തിലും ആക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.